സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. ആസാദിയുടെ ഒരു പുതിയ പ്രോഗ്രാമാണ്. പല പ്രാവശ്യം നമ്മൾ ഡിസ്കഷൻ സെഷൻസ് നമ്മുടെ ചാനലിൽ വെച്ചിട്ടുണ്ട്. അനുഗ്രഹീതരാകുന്ന ദൈവദാസന്മാർ നമുക്ക് വന്ന് നമ്മുടെ ഈ സെഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ പുതിയ ഒരു സെഷൻ ആരംഭിക്കുകയാണ്. ഡിസ്കഷൻ സെഷനാണ്. നമ്മളോടൊപ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനും ദാസിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ സെഷൻ വളരെ പ്രത്യേകതയുള്ളതാണ്. സാധാരണ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്തത് തിയോളജിക്കലായിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ ചരിത്രപരമായ വിഷയങ്ങളൊക്കെയാണ്. റോയ് പാസ്റ്ററുമായിട്ട് നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കുറേ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിരുന്നു. അങ്ങനെയുള്ള സെക്ഷൻസാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ചെയ്തത്. എന്നാൽ ഈ പ്രാവശ്യം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള ചില പഠനങ്ങളൊക്കെയാണ് നമ്മളിന്ന് മുതലൊന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. കുറേ സെഷൻസ് ഉണ്ടാകും. വ്യത്യസ്തമാകുന്ന മേഖലകളിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മസ്കറ്റിൽ നിന്ന് പ്രിയപ്പെട്ട ചെറി പാസ്റ്ററും പ്രിയ വത്സയാൻ്റിയുമാണ്. നമുക്കൊത്തിരി സന്തോഷമുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ പാസ്റ്ററേയും ആൻറ്റിയെയും ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ, പ്രൈസ് ലോർഡ് ആൻറ്റി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷോർട്ട് വിസിറ്റിന് വേണ്ടി മസ്കറ്റിലേക്ക് പോയിരുന്നു. ആ സമയത്ത് കുറേ നേരം പ്രിയപ്പെട്ട പാസ്റ്ററും ആൻറ്റിയുമായിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനൊക്കെയുള്ളൊരു സാഹചര്യം ഒരുങ്ങി. ആ സമയത്താണ് ഇങ്ങനൊരു സെഷനെക്കുറിച്ചുള്ളൊരു ആശയം ഞങ്ങൾക്ക് ഹൃദയത്തിൽ തോന്നിയത്. കാരണം പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള അറിവുകൾ, ജീവിതത്തിൽ ഒത്തിരി നിങ്ങൾ പഠിച്ച പാഠങ്ങൾ, അതുപോലെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒത്തിരി ആളുകളെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണയായിട്ട് ആത്മീയ വിഷയങ്ങൾ പഠിപ്പിക്കാൻ ഒത്തിരി ദൈവദാസന്മാരും ഒക്കെ ഉണ്ട്, അല്ലയോ? പക്ഷേ പ്രാക്ടിക്കൽ വിഷയങ്ങൾ പഠിപ്പിക്കാൻ ആ ഒരു മേഖലയിലാണ് പ്രിയ പാസ്റ്ററും ആൻറ്റിയും ഈ ദിവസങ്ങളിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആൻറ്റി അങ്ങനെ കുറെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, അല്ലേ? ദൈവത്താൽ എന്താ പറയുക, സംജാതമായ ഒരു മിഷനാണ് ഡെബോറ മിസ്സിയോ. അത് ജീവിതത്തിന്റെ അനുഭവങ്ങൾ, ജനനം തൊട്ട് ഈ വാർദ്ധക്യം വരെ എത്രയോ സ്റ്റേജസ് കടന്നു വന്ന അനുഭവങ്ങളിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിച്ച് ഇത്രത്തോളം പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ പൂർണ്ണരായിരുന്നില്ല. എന്നിട്ട് ദൈവസഭയെ നയിക്കാനും ദൈവജനത്തോടും ദൈവമക്കളോടും സംസാരിക്കാനും അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുവാനും അവരെ ശാസിക്കാനും അവരെ ക്രമീകരിക്കാനും ഒക്കെ ഇടയാക്കുന്ന ജീവിതാനുഭവങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. അത് ഞങ്ങളുടെ ചെറിയ ശിശു ആയിരിക്കുമ്പോഴുള്ള ഓർമ്മകളില്ലെങ്കിലും പിന്നെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, അങ്ങനെ പോയി പഠിച്ച കാര്യങ്ങൾ വചനമാകുന്ന കണ്ണാടിയിൽ നോക്കി ഒരുങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് 5 ബുദ്ധിയുള്ള കന്യമാരെ പോലെ നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയും. ഈ ഒരു വിഷയമാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ എന്താ പറയണ്ടേ, വളരെ എരിവോടുകൂടി ചലഞ്ചിങ് ആയിട്ടുള്ള വിഷയമാണ് ഇതിനെ. പക്ഷെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് അറിയിച്ചു. അതനുസരിച്ച് ഡെബോറ മിസ്സിയോയിൽ ഞങ്ങൾ ക്ലാസ് എടുക്കുകയും അങ്ങനെ കൗൺസിലിങ്ങും മോട്ടിവേഷൻ ടോക്കും നടത്തുകയും ചെയ്യും. അതെ, പ്രഷർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടി 1-2 വാക്കുകൾ പറയുകയാണ്. പാസ്റ്ററും ആൻറ്റിയും ദീർഘവർഷങ്ങൾ മസ്കറ്റിൽ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ അവരുടെ മിനിസ്ട്രി ഉണ്ട്. പ്രിയപ്പെട്ട വത്സ ആൻറ്റി നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വത്സ ആൻറ്റിയുടെ സാക്ഷ്യം നമ്മുടെ ചാനലിലുണ്ട്. ഇതൊരു സാക്ഷ്യ സെഷൻ അല്ല, കാരണം സാധാരണയായിട്ട് ആസാദിയിൽ കൂടെ കൂടുതൽ സാക്ഷ്യങ്ങളാണ് വരുന്നത്. എന്നാൽ വത്സ ആൻറ്റി ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെക്കും. പ്രത്യേകിച്ച് ഈ ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെക്കും. സാക്ഷ്യങ്ങൾ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടാൻ വേണ്ടി 2-3 വാക്കുകൾ പിന്നെയും പറയാം, അല്ലേ? അങ്ങനെ പാസ്റ്ററും ആൻറ്റിയും ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ വിവരങ്ങൾ, മസ്കറ്റിലെ വിവരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന്, മിനിസ്ട്രിയെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഒന്നുകൂടെ പ്രേക്ഷകർക്ക് നിങ്ങളെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ അറിയാനൊക്കെ ഇടയായിത്തീരും. എൻ്റെ പേര് ചെറിയ സക്രിയ. എൻ്റെ ഒറിജിനൽ സ്ഥലം കുമ്പനാടാണ്. എൻ്റെ വൈഫിൻ്റെ സ്ഥലം മുളക്കുഴ, ചെങ്ങന്നൂർ. ഞങ്ങൾ ചെറുപ്പകാലം ഒക്കെയും ഞങ്ങൾ ഒരു മിഷൻ ഹൗസിലാണ്
ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും 66 വർഷം കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരുന്നു. അവിടെ ഞങ്ങൾ അനുഭവിച്ചതും ഞങ്ങൾ സന്തോഷിച്ചതും ഞങ്ങൾക്ക് ദുഃഖമുണ്ടായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവം ഞങ്ങളെ എങ്ങനെ നടത്തി എന്നുള്ളതൊക്കെയും പ്രേക്ഷകരോട് ഷെയർ ചെയ്യുവാനും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ചാനലിലായിരിക്കുന്നത്. ഞങ്ങളെ ക്ഷണിച്ച കർത്താവിൻദാസൻ ഫിന്നി പാസ്റ്റർക്കും സാൻഡിക്കും ദൈവനാമത്തിലുള്ള വന്ദനം ഞങ്ങൾ അറിയിക്കും. പാസ്റ്ററുകളെ, അപ്പോൾ ദീർഘവർഷങ്ങളിലെ കർത്താവിൻ്റെ വേലയിലുള്ള അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ചും പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച് ഞാൻ 2 വാക്കുകൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് അങ്കിളിന് മാറ്റിക്കും സമയം തരാം. അങ്കിള് പ്രാർത്ഥിച്ച് ഈ സെഷൻ ആരംഭിക്കും. ഇതൊരു ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട് അങ്കിള് നിശ്ചയമായിട്ട് പ്രാർത്ഥിച്ച് ആരംഭിക്കും. എന്നാൽ അതിന് മുമ്പേ ഇങ്ങനെ ഒരു ആശയം വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മൾ മസ്കറ്റിൽ ചെന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ആൻറ്റി ദൈവദാസന്മാരൊക്കെ ജീവിതത്തിൽ എങ്ങനെ ഡിസിപ്ലിൻ ഉള്ളവരായിരിക്കണം, ചിട്ടയുള്ളവരായിരിക്കണം, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളെങ്ങനെയാണ് അച്ചടക്കം പാലിക്കേണ്ടത്. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഒരു ആളിൻ്റെ വീട്ടിൽ ചെന്നാൽ ആ ആളുടെ വീട്ടിലെ ബെഡ്റൂം കണ്ടാൽ അറിയാം ആളുടെ ഡിസിപ്ലിൻ. സാധനങ്ങൾ എങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു, കട്ടിലേലുള്ള ബ്ലാങ്കറ്റ്, പുതപ്പ് എങ്ങനെ മടക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഇതൊന്നും അധികം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇതിലൊക്കെ ആത്മീയജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട് അല്ലേ ആൻറ്റി? യെസ്, അങ്കിളിനാ എന്നെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അപ്പച്ചന് ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചതുകൊണ്ട് അപ്പച്ചന് വീട്ടില് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ എല്ലാവരും വളരെ ഡിസിപ്ലിൻഡ് ആണ്. എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡാണ് എല്ലാവരെക്കാളും ഏത് കാര്യത്തിലും. എനിക്കൊരു എന്താ പറയണ്ടേ, ഒരു പുകഴ്ചയായിട്ട് പറയില്ല, കുറ്റം പറയാനില്ല ഇച്ചിരി. അതുകൊണ്ട് എനിക്ക് കൂടുതൽ എൻ്റെ പപ്പ ഒരു ആർമിന്ന് റിട്ടയർ ചെയ്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ട് വേല ചെയ്ത് റിട്ടയർ ചെയ്ത ആളായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നല്ല ഡിസിപ്ലിൻഡ് ആണ്. പക്ഷെ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും വയ്യാന്നൊന്നും പറയാനോ ഒരു സ്ത്രീയാണെന്നും പറഞ്ഞ് അവിടെ പോയി അങ്ങ് അലസതയിൽ കിടക്കാനോ ഒന്നും ഇടയാകാത്ത വിധത്തിൽ എന്നെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് വേണ്ട ഫുൾ സപ്പോർട്ട് തന്ന് വീട്ടുകാര്യങ്ങൾ നോക്കാനും ആരോഗ്യപരമായ ക്യാൻസറൊക്കെ വരുമ്പോഴും അതിൻ്റെ കാര്യങ്ങൾ നല്ല ഹെൽത്തി ആയ ആറ്റിറ്റ്യൂഡിൽ നോക്കാനും രണ്ടാമത് മിനിസ്ട്രി ചെയ്യുമ്പോഴും എങ്ങനെ ആയിരിക്കണം അതെല്ലാത്തിനും എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് പിന്തുണയായിട്ട് വന്ന്. എൻ്റെ 2 ആൺകുഞ്ഞുങ്ങളും അതിന് സപ്പോർട്ടും ആയിരുന്നു. അങ്ങനെ ദൈവം എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇത്രയും പ്രാഗൽഭ്യത്തോടെയെങ്കിലും ആയിരിക്കുന്നത്. അതെ, അതായത് ദൈവദാസന്മാർ, ദൈവദാസിമാർ, ദൈവമക്കൾ, വിശ്വാസികൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രായോഗിക ലെസൺസ് ആൻറ്റി അടുത്ത സെഷൻസിൽ നമ്മൾക്ക് വേണ്ടി ഷെയർ ചെയ്യും. ആൻറ്റിയുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യും. എനിക്കൊന്ന് ആൻറ്റി അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോഴേ ഒരു ക്യാമ്പിന് പോയതോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ ആൻറ്റി. സ്ഥിരമായിട്ട് ആ ക്യാമ്പിന് പോകുമ്പോൾ അവിടെയുള്ള അച്ചടക്കത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം എൻ്റെ ചെറിയൊരു നേർത്ത ഓർമ്മ. അങ്ങനെയുണ്ടോ? ഹവായിലെ ട്രെയിനിങ്ങിന് പോയ സമയത്തെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. ഹവായി ട്രെയിനിങ്ങിന്, വിമൻസ് ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന് എന്നെ അയച്ചായിരുന്നു ഹസ്ബൻഡ്. അങ്ങനെ പോയ സമയത്ത് 1 മന്തേ ഉള്ളെങ്കിലും വളരെ പ്ലാൻഡ്, അവരുടെ ടൈം, അവരുടെ സിസ്റ്റമാറ്റിക്, വെരി സിസ്റ്റമാറ്റിക്. എനിക്ക് അങ്ങനെ ഇവിടെ ആയിരുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നെങ്കിലും പല ഭാഷക്കാരാണ്, 10-120 രാജ്യങ്ങളും സെലക്ട് ചെയ്ത് വരുന്നവരാണ്. അപ്പോൾ അവരുടെ എല്ലാ സംസ്കാരങ്ങളെ, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ഇടപാടുകളെ, അവർക്ക് നമ്മുടെ കൂട്ട് ഉള്ള രീതികളല്ല, മലയാളി പോലെ അല്ലല്ലോ. നമുക്ക് ഈ ട്രാവൽ ബ്രോഡൻസ് മൈൻഡ് എന്ന് എപ്പോഴും ഞാൻ പറയും. ഞങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്ത് ഒത്തിരി ഭാഷക്കാരുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഒരു സ്പെഷ്യൽ കൾച്ചറുമായിട്ട് അങ്ങനെ അതാ ശരിയെന്ന് പറയാനായിട്ട് പറ്റിയില്ല. വചനപ്രകാരം യേശു കർത്താവ് എല്ലാ ജാതി, ഭാഷ, ഗോത്ര, വംശത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് ആണ് നമ്മളെ വിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു ഔട്ട്ലുക്കിൽ വരാനിടയായത് കൊണ്ട് എനിക്ക് നല്ല സന്തോഷമായെങ്കിലും ഈവൻ ഞങ്ങൾ ലിഫ്റ്റിൽ പോകുമ്പോൾ CCTV അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ലിഫ്റ്റിൽ പോകുമ്പോൾ, ഞങ്ങൾ കിച്ചണിലെ ഫുഡിന് പോകുമ്പോൾ പോലും ഞങ്ങൾക്ക് വളരെ നിയമങ്ങളുണ്ട്. അല്ലെങ്കിൽ ചപ്പലിട്ടുകൊണ്ടൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതൊക്കെ പഠിക്കുവാനായിട്ടും ഒക്കെ എനിക്ക് ദൈവം സഹായിച്ചു. അതെ, ഹവായിൽ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിനാണ് പോയതെങ്കിലും അവിടുത്തെ ഡിസിപ്ലിൻ, അച്ചടക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാധീനിച്ചു. ആ കാര്യങ്ങൾ ആൻറ്റി അന്ന് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത്. നമ്മൾ ഈ പ്രോഗ്രാമിന് കൊടുത്തിരിക്കുന്ന ഒരു പേര് ഹോളിസ്റ്റിക് ക്രിസ്ത്യൻ ലിവിങ് എന്നാണ്. ഹോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു സമൂലമായ എന്നാണ് അർത്ഥമുള്ളത്. ഏതെങ്കിലും ഒരു മേഖലയെ ഫോക്കസ് ചെയ്യുകയല്ല. സാധാരണ നമ്മൾ ഈ
സുവിശേഷ സന്ദേശങ്ങൾ, സ്പിരിച്വൽ മെസ്സേജസ്, ഇങ്ങനെയുള്ള ബൈബിൾ ടീച്ചിങ്സ് ഒക്കെയാണ് കൂടുതലും ഈ ആത്മീകരായ ആളുകളുടെ മിനിസ്ട്രിയിൽ പരാമർശിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ ലെസൺസ് ആൻറ്റി എടുക്കുന്നൊരു ടോപ്പിക്ക്, പ്രാക്ടിക്കൽ ലെസൺസ് ഫോർ ഡേ ടു ഡേ ലൈഫ്, ദൈനംദിന ജീവിതത്തിലേക്കുള്ള പ്രായോഗിക പാഠങ്ങൾ സാധാരണ നമ്മൾ ചർച്ച ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ സമൂലമായിട്ടുള്ള, ഹോളിസ്റ്റിക് ആയിട്ടുള്ള, അതിനകത്ത് സ്പിരിച്വൽ ലൈഫ് വരുന്നുണ്ട്, അതിനകത്ത് ഫാമിലി ലൈഫ് വരുന്നുണ്ട്, അതിനകത്ത് ഫിസിക്കൽ ലൈഫ് വരുന്നുണ്ട്, അതിനകത്ത് മെൻ്റൽ ഹെൽത്ത്, കുടുംബങ്ങളുടെ കാര്യങ്ങൾ, നമ്മൾ കുടുംബങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ, സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒത്തിരി പ്രായോഗികമാകുന്ന ഒത്തിരി കാര്യങ്ങൾ ആൻറ്റി ഈ ദിവസങ്ങളിൽ അനേകരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചുകൂടെ അതിൽ കൂടുതലായിട്ട് ദേവദാസന്മാരാണെങ്കിലും ദേവദാസന്മാർ എങ്ങനെയായിരിക്കണം, എങ്ങനെ ശുശ്രൂഷയിലായിരിക്കണം, ബിഹേവിയർ, ഓരോ കാര്യങ്ങളും അവർ എവിടെങ്കിലും ഒരു ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള പല കാര്യങ്ങളും ഒക്കെയും ഞങ്ങളിവിടെ അനേക ദേവദാസന്മാർ കടന്നു വരികയും അവർ ഞങ്ങളോടുകൂടെ പാർക്കുകയും അവരൊക്കെ അത് പിന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ആ സിസ്റ്റം കണ്ടിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി, ഞങ്ങളത് അനുകരിക്കുന്നു എന്നൊക്കെയും പറയുവാനിടയായി. അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ കൂടെ ഞങ്ങൾക്കുണ്ട്. അതോടൊപ്പം പാസ്റ്റർ, ഞങ്ങളുടെ മകനെയും ദൈവത്തിന്റെ നിയോഗപ്രകാരം ഇംഗ്ലണ്ടില് മാട്രസിയില് പഠിക്കുവാനായിട്ട് 2001 വിട്ടു. അവിടെയും ആ പഠിച്ച കാലഘട്ടങ്ങളെല്ലാം വളരെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് സിസ്റ്റത്തിന് വളരെ പ്രത്യേകതകളുണ്ട്. അതനുസരിച്ച് അദ്ദേഹവും മുന്നോട്ട് വരാന് ഇടയായി. അതുകൊണ്ടുള്ള അങ്ങനെയുള്ള മിനിസ്ട്രി താൻ അവിടെ ചെയ്യുമ്പോൾ എല്ലാവരും ആക്സെപ്റ്റബിൾ ആകുന്നതിന്റെ കാരണവും അതിന്റെ ബേസിക് ആയിട്ട് തനിക്ക് ഒത്തിരി ഡിസിപ്ലിൻ എല്ലാ ഏരിയയിലും, ഭക്ഷണകാര്യങ്ങളെ, സംസാരങ്ങളെ, മനുഷ്യരോട് ഇടപെടുന്നതിലെ, സാമ്പത്തിക കാര്യങ്ങളിലെ, കുടുംബജീവിതത്തിലെ എല്ലാം ഉണ്ട് ഡിസിപ്ലിൻ എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ദൈവം ഞങ്ങളെ കുടുംബത്തിൽ ഒത്തിരി പഠിപ്പിച്ചു. ദൈവം ഈ മോശയ്ക്ക് ഒത്തിരി ട്രെയിനിങ് കൊടുത്തിട്ട് ഒരു ഗ്രേറ്റ് ലീഡർ ആക്കി എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ലൈഫ് ഒരു ദിവസം കൊണ്ട് വന്നതല്ല ഇത്. അതുപോലെ തന്നെ മകനെക്കുറിച്ച് മെൻഷൻ ചെയ്തപ്പോൾ, മകൻ ഒരു ഇന്ത്യക്കാരുടെ ഒരു ചർച്ചിലെ പാസ്റ്ററല്ല, മറിച്ച് തദ്ദേശീയരാകുന്ന വെള്ളക്കാരൊക്കെയുള്ള ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട്, അതൊരു വ്യത്യസ്തതയാണ്. ഇന്ത്യയിൽ നിന്ന് ചെന്നിട്ട് ഒരു അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അവർ കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അത് വളരെ വ്യത്യസ്തമാകുന്ന ഒരു പശ്ചാത്തലമാണ്. പ്രിയ പാസ്റ്ററുകളുടെ ആൻറ്റിയുടെയും മക്കളെയും കർത്താവ് ഇങ്ങനെ ഉപയോഗിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്ത്. അതിനൊരു കാരണമുണ്ട്. അങ്കിളിനെ ഇവിടെ കൊണ്ടുവന്നത് ഒരു ബ്രിട്ടീഷ് കൺസൾട്ടിങ് ആർക്കിടെക്ചറൽ കമ്പനി, ഒമാന്റെ ആദ്യത്തെ ആർക്കിടെക്ട്സ് ബ്രിട്ടീഷ് ആയിരുന്നല്ലോ. അപ്പൊ അങ്കിളിനെ ബോംബെയിൽ നിന്ന് ഇത് ഇന്റർവ്യൂ ചെയ്ത കൊണ്ടുവരുന്നത്. അങ്കിളിനേക്കാൾ മിടുക്കരുണ്ട്, താലന്തുകളുണ്ട്, എക്സ്പീരിയൻസ്. പക്ഷെ ഇതൊക്കെ ദൈവ നിയോഗമാണ്. അല്ല, ഞാൻ ദൈവത്താൽ ദൈവ നിയോഗങ്ങളെ എപ്പോഴും ഗ്രഹിച്ചറിയുവാൻ ഈ കൃപ തരുന്നു. അല്ലാതെ മിടുക്കോ സാമർഥ്യമോ കഴിവോ ഭക്തിയോ പ്രാർത്ഥനയോ ഒന്നും അതിനകത്ത് എനിക്ക് പറയാനില്ല. അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ട് അങ്കിള് ഇവിടെ വന്ന ആദ്യത്തെ ഒരാളിൽ ഇപ്പൊ 56 വർഷം കഴിഞ്ഞതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി നിൽക്കുന്നവരല്ല ഞങ്ങൾ. അത് ശരിയായിട്ട് പറയാൻ ഞങ്ങൾക്ക് നല്ല എന്താ പറയണ്ടേ, അതിനുള്ള ഒരു പ്രാഗൽഭ്യമുണ്ട്. അതുകൊണ്ട് ദൈവം ഞങ്ങളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ നിൽക്കുന്നു എന്നല്ലാതെ. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് ആ കമ്പനിയെ സേവിച്ച, ബ്രിട്ടീഷ് കമ്പനിയെ സേവിച്ച 21 വർഷവും പൂർണ്ണമായി ഇത്രയും വലിയ ആത്മീയതയോ അഭിഷേകത്തിന്റെ ശക്തിയും സ്നാനപ്പെട്ട് വേർപെട്ടിട്ടോ ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ കോംപ്രമൈസുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കോംപ്രമൈസ് ഉണ്ടായതിൽ നിന്നും ദൈവം ഞങ്ങളെ നമ്മുടെ ബലഹീനതയിലും നമ്മളെ പാഠം പഠിപ്പിച്ചെടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെയും വന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ ആലോചനയായിരുന്നു ഈ കിട്ടുന്ന ആത്മീയ അനുഭവങ്ങളും ഭൗതികമായി ഞങ്ങൾക്ക് ഏറ്റവും നേട്ടം ഉണ്ടായ സമയങ്ങളാണ്. അനേക രാജ്യത്തെ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഒക്കെ ശുശ്രൂഷിക്കാനും അവർക്ക് നന്മ ചെയ്യുവാനും അനേകരെ പലരത്തെ ഫ്രണ്ട്സിനെയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ജോലി കൊടുക്കുവാനും അവർക്ക് വേണ്ട നന്മകൾ ചെയ്യാനും വീട്ടുകാർ ഒത്തിരി കാര്യങ്ങൾ ദൈവദാസന്മാർക്ക് ഒത്തിരി പേർക്ക് വിസ കൊടുത്ത് 20 വർഷത്തിൽ കൂടുതൽ കൊണ്ടുവന്ന് താമസിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ നന്മ കിട്ടിയപ്പോൾ ദൈവം നിയമിച്ചു കാണും ഇവരുടെ മൂത്ത മകൻ ആ രാജ്യത്തു നിന്ന് നമ്മുടെ രാജ്യത്ത് വന്ന അനേകം മിഷണറിമാര് നമുക്ക് വേണ്ടി സേവ ചെയ്ത് മരിച്ച് കഷ്ടപ്പെട്ട്, എനിക്കറിയാവുന്ന ഒരു മിഷണറി ഞങ്ങളുടെ ദേശത്ത് ചെങ്ങന്നൂരുണ്ടായിരുന്നു. വേറൊരു ബ്രദറുകാർ പോലെയാ, എന്നാൽ പെന്റക്കോസ്റ്റൽ ഇതുമുള്ളവരാണ്. അവരും അവിടെ നാഗർകോവിലിൽ മരിച്ചടക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ദൈവം നിയമിച്ച ഒരു അനുഭവമാണ്. പക്ഷേ ചെറുപ്പത്തിലെ ഒരു മോന് വേണ്ടി ഒരു പ്രവചന ശബ്ദം ഉണ്ടായി.
ഈ മകൻ മഞ്ഞ് വീഴുന്ന രാജ്യത്ത് സേവ ചെയ്യും. സേവ ചെയ്യുക. അപ്പോൾ ആ മോനും അനുഭവിച്ച ഒത്തിരി നന്മകൾ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ഞങ്ങൾക്ക് എല്ലാം ഫ്രീ ആണല്ലോ, അങ്ങനെയൊക്കെയുള്ള. അപ്പം അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളും നന്മകളും അനുഭവിച്ച് ജീവിച്ചപ്പം അതിന്റെ ഒരു ഇതായിട്ട് ദൈവം നിയമിച്ചതായതുകൊണ്ട് അവിടെ തന്നെ അയച്ചു. അല്ലെ അമേരിക്കയ്ക്ക് ഒരു 1-2 നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒക്ലോമയിലൊക്കെ ഇത് കിട്ടി, അഡ്മിഷൻ കിട്ടി പോകാനിരുന്നപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. ഇവിടെ ഒരു പ്രത്യേക കൾച്ചറിലുള്ള കുറെ ഏറെ ഡിസിപ്ലിൻഡാ. അങ്ങനെ ഒന്നും കോംപ്രമൈസ് ഒന്നും എന്താ പറയണ്ടേ, പഠിത്ത കാര്യങ്ങളൊന്നും പറ്റാത്ത സ്ഥലത്താണ്. അങ്ങനെ ആ ദൈവം അയച്ചത് കൊണ്ട് എപ്പോഴും ഞാൻ ദൈവത്തിന്റെ കോളിങ്, ദൈവത്തിന്റെ പർപ്പസ്, ദൈവത്തിന്റെ നിയോഗങ്ങളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. അതെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ആൻറ്റിക്കും അങ്കിളിനും ഇനിയും മൈക്ക് തുടർന്നുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കാനും പറയാനും ഒക്കെ പോകുന്നതിന് മുമ്പ് ഒരു വേദഭാഗം ഒന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. കഴിഞ്ഞ വീക്കിൽ ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തൊരു ഭാഗമാണ് തീത്തോസ് 2-ാമത്തെ അധ്യായം. തീത്തോസ് 2-ാം അധ്യായത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ബൈബിളിൽ ആ അധ്യായത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന 2 പദങ്ങൾ ടീച്ച് എന്നുള്ള പദവും ലേൺ എന്നുള്ള പദവുമാണ്. ടീച്ച് ആൻഡ് ലേൺ, പഠിപ്പിക്കണം, പഠിക്കണം. സാധാരണ നമ്മുടെ ആളുകൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലേണബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ലേണബിൾ എന്ന് പറയുന്നതിലും ടീച്ചബിൾ എന്ന് പറയുന്ന പദമാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ചിലർ പഠിക്കാൻ റെഡിയല്ല, ടീച്ചബിൾ അല്ല. അപ്പോൾ നമ്മൾ ആൻറ്റി കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ റെഡിയാകണം. പിന്നെ ഈ തീത്തോസ് 2-ാം അധ്യായം ചർച്ചിൻ്റെ അകത്തെ ആത്മിക വിഷയങ്ങളെക്കുറിച്ച് മാത്രം പഠിപ്പിക്കാനല്ല അവിടെ പറയുന്നത്. ഞാൻ ഈ വചനം ഞങ്ങളുടെ ചർച്ചിൽ കഴിഞ്ഞ ഒരു വീക്ക് പല സെഷനിൽ ഞാൻ പഠിപ്പിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് വൃദ്ധന്മാർ, യൗവനക്കാർ, പ്രായമുള്ള സ്ത്രീകൾ, യൗവനക്കാരത്തികൾ, ഇവരുടെ എല്ലാം പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രായമായ സഹോദരിമാർ, ചർച്ചിലെ യങ്ങായിട്ടുള്ള സഹോദരിമാരെ നല്ല ഒരു വൈഫായി തീരാൻ വേണ്ടി പഠിപ്പിക്കണം. ഭർത്തൃപ്രിയമാരായി തീരുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് വേണ്ട ഒരു നല്ല ഉത്തമ ഒരു പത്നിയായി തീരുവാൻ വേണ്ടി പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ലെസൺസ് പഠിപ്പിക്കേണ്ട സ്ഥലമാണ് ചർച്ച്. അല്ലാതെ നമ്മൾ നിത്യതയെക്കുറിച്ച് മാത്രം പഠിപ്പിക്കുന്ന സ്ഥലമല്ല ചർച്ച്. ചർച്ചിൽ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കണം, നല്ലൊരു പൗരനാകാൻ, നല്ലൊരു സിറ്റിസനാകാൻ. പെൺകുട്ടികളെ പഠിപ്പിക്കണം, നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ അവരെ പ്രാപ്തരാക്കാൻ. പ്രായമുള്ളവർ, യൗവനക്കാർ, ഇവരെയൊക്കെ യൗവനക്കാരെ സെൽഫ് കൺട്രോൾ പഠിപ്പിക്കണം എന്നാ പാസ്റ്ററെ. അതെ, ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെ ചർച്ചുകളിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ വെറും ആത്മീകമായിട്ടുള്ള വചനവും ഇങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ച് പോകുന്ന ഒരു സ്റ്റൈലിലല്ല വേണ്ടത്. വചനം വേണം, വചനത്തിൽ അടിസ്ഥാനമായിരിക്കണം. എന്നാൽ മറ്റ് പല കാര്യങ്ങൾ ഞാനിവിടെ ചർച്ച നടത്തിക്കൊണ്ടിരുന്നപ്പം ഞാനിവിടെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഞാൻ ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഡ്രൈവിംഗ് ലെസൺസ്, ഇങ്ങനെ എനിക്ക് ട്രെയിനിങ് കിട്ടുന്നതൊക്കെ ഷെല്ലിൽ കിട്ടുന്ന, ഞാൻ ഷെൽ കമ്പനിയിൽ പിന്നെ ജോലി ചെയ്തായിരുന്നു. അപ്പൊ ആ കിട്ടുന്നതൊക്കെ ഞാൻ കൊണ്ടുവന്ന് ചർച്ചിലുള്ളവരെ പഠിപ്പിക്കുകയും അവർക്ക് ഇത് വളരെ പ്രയോജനമായി. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുക. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും, ഇനിയുള്ള സെഷൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള സെഷൻസ് അല്ല, വളരെ വ്യത്യസ്തതയുള്ളതാണ്. വളരെ പ്രായോഗിക ജീവിത കാര്യങ്ങൾ, പ്രത്യേകിച്ചും പ്രായമുള്ള സഹോദരന്മാർ, പ്രായമുള്ള സഹോദരിമാർ, യങ്സ്റ്റേഴ്സിനെ പഠിപ്പിക്കണമെന്ന് തീത്തോസിനോട് പൗലോസ് പറഞ്ഞതുപോലെ നമ്മൾ പഠിക്കാൻ പോകുക. പ്രിയപ്പെട്ട വത്സ ചെറിയ ആൻറ്റിയിൽ നിന്ന് പാസ്റ്ററിന് നിങ്ങൾക്ക് 2 പേർക്കും പ്രാർത്ഥിച്ച് ഒരു പാട്ട് പാടണമെന്നൊക്കെ ഉണ്ട് അല്ലേ? ശരി, ഞാൻ ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കത്തുള്ളൂ. ഇനിയുള്ള സമയം നിങ്ങൾക്ക് തരിക. ഞങ്ങൾ പഠിക്കാനും കേൾക്കാനും റെഡി ആയിട്ടിരിക്കുക. ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട് പാസ്റ്റർ. ഞാൻ 10th ഞങ്ങൾക്ക് 10-12 ക്ലാസ് ഉണ്ടായിരുന്നു മർത്തോമ സഭയിലെ സൺഡേ സ്കൂളിലെ. അപ്പൊ ലാസ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ ഒരു സമയത്ത് ആനിവേഴ്സറി നടക്കുമ്പോൾ ഞാൻ പാടിയ പാട്ടാണ്. അന്ന് ഇതിന്റെ അർത്ഥമൊന്നും അറിയത്തില്ല, ട്യൂൺ ആരോ പഠിപ്പിച്ചു തന്നു, ഫസ്റ്റ് പ്രൈസ് കിട്ടി. പക്ഷെ എന്റെ നിരന്തര ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് ഇങ്ങനെ കാണാതെ, ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞ് അഭിഷേകമൊക്കെ പ്രാപിച്ച ശേഷം ഈ പാട്ട് ഇങ്ങനെ എടുക്കാനിടയാകും. ഈ പാട്ട് അങ്ങനെ വരുമ്പോൾ പാടുമ്പോൾ പഴയ ആ പ്രായത്തിലേക്ക് ഞാൻ പോയി ചിന്തിക്കും, കരയും. ഇന്ന് ദേവദാസന് എൻ്റെ ഹസ്ബൻഡ് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഈ പാട്ടാ പാടി. അപ്പൊ ഞാൻ സന്തോഷം വന്നു, ഇന്നത്തെ കർത്താവിന്റെ ദാസന് ആസാദി ചാനലിൽ ഇന്നത് ഈ പാട്ട് പാടാമോന്ന്. അതുകൊണ്ട് അങ്കിള്
ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആരംഭിക്കാം. താങ്ക് യു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ പിതാവേ, നന്ദിയോടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു കർത്താവേ. ഈ ചാനലിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവിക ചിന്തകൾ കർത്താവെ, അത് ഞങ്ങൾക്ക് ലഭിച്ച ആ ദൈവിക ഹല്ലേലൂയ നടത്തിപ്പുകളിൽ കൂടെ ഞങ്ങൾ പഠിച്ച പാഠങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാനും ഹല്ലേലൂയ അത് അവരുടെ ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമാകുവാനും സഹായിക്കത്തക്ക വിധം ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ആസ്വാദിച്ചാനുള്ള ദാസനെയും ദാസിയെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തങ്ങൾ ചെയ്യുന്ന എല്ലാ ഈ ശുശ്രൂഷകളും അനേക ജീവിതങ്ങൾക്ക് വിടുതലും ദൈവനാമത്തിന്റെ മഹത്വത്തിനുമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുടർന്നുള്ള ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കിട്ടുന്നതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ സുഖിപിതാവേ, ആമേൻ എന്ന് പറഞ്ഞതുപോലെ അൻപ് നിറഞ്ഞ പൊന്നേശു എന്ന പാട്ടൊന്ന് പാടി നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവായനാശയേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവായനാശയേ. ഉന്നതത്തിൽ നിന്നിറങ്ങി മന്നീതിൽ വന്ന നാഥ, ഞാൻ നിന്നടിമ നിൻ മഹിമ ഒന്നു മാത്രം എനിക്കാശ്രയം. നിന്നടിമ നിൻ മഹിമ ഒന്നു മാത്രം എനിക്കാശ്രയം. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവായനാശയേ. ജീവനറ്റ പാപിയെന്നിൽ ജീവൻ പകർന്ന യേശുവേ, നിന്നിൽ വേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും. നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവായനാശയേ. ഇന്നു പാരിൽ കണ്ണുനീരിൽ നിൻ വചനോ വിതയ്ക്കും ഞാനൊന്നു നേരിൽ നിന്നരികിൽ വന്നു കതിരുകൾ കാണും ഞാൻ. അന്നു നേരിൽ നിന്നരികിൽ വന്നു കതിരുകൾ കാണും ഞാൻ. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവായനാശയേ. എൻ മനസ്സിൽ വന്നു വാഴും നിൻ മഹത്വ പ്രത്യാശയേ. നീ വളർന്നു ഞാൻ കുറഞ്ഞും നിന്നിൽ മറഞ്ഞു ഞാൻ മായണം. നീ വളർന്നും ഞാൻ കുറഞ്ഞും നിന്നിൽ മറഞ്ഞു ഞാൻ മാറണം. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവായനാശയേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവായനാശയേ. അതേ കർത്താവേ, ദൈവങ്ങളെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ വചനത്തിൽ കൂടെ കർത്താവെ ഞങ്ങൾ വിതയ്ക്കുന്ന വിത്തുകളൊക്കെയും അനേക മടങ്ങായി ഫലം കായ്ച്ച് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം
ദൈവം കൃപ ചെയ്യണം. കർത്താവേ ഞങ്ങൾക്കല്ല, യഹോവേ ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ഈ ശുശ്രൂഷകളെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓവർ ടു യു. അപ്പോൾ ഇനിയിപ്പോൾ ആൻറ്റി കണ്ടിന്യൂ ചെയ്യും. ആൻറ്റിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇന്നൊരു പ്രാഥമികമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുക അല്ലേ ആൻറ്റി? അടുത്ത സെക്ഷൻ മുതൽക്ക് നമുക്ക് കൂടുതൽ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനുള്ള സമയം നമുക്ക് ഉപയോഗിക്കാം. അങ്കിളിനോട് നന്ദി പറയുക, ഞങ്ങളോട് കൂടെ ജോയിൻ ചെയ്ത് പ്രാർത്ഥിച്ച് ഈ ഒരു സെഷൻ ആരംഭിച്ചതിന് അങ്കിളിനോടും ഞങ്ങൾ നന്ദി പറയുക. ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആൻറ്റിക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കാം. ആൻറ്റി കണ്ടിന്യൂ ചെയ്തു പറയാനുള്ള ഇൻട്രൊഡക്ഷൻ ഒക്കെ ആൻറ്റി പറഞ്ഞു. Praise the Lord. Hallelujah. Especially I thank Pastor Siga, Pastor Fini and Sister Sandy. നിങ്ങളുടെ ലൈഫിനെ ഓർത്ത്, നിങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനകത്തൊരു എപ്പിസോഡ് ചെയ്യുവാനും അതിനകത്തൊരു ശുശ്രൂഷ ചെയ്യുവാനും എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് എന്ന ഭാഗ്യത്തിനായ സ്തോത്രം. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. എല്ലാത്തിനും ഒരു നടത്തിയിട്ട് നിയോഗങ്ങളുമുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ, എനിക്ക് എവിടെയെങ്കിലും ശുശ്രൂഷ ലഭിക്കാൻ. ഒത്തിരി പേര് പറഞ്ഞാലും എനിക്കൊരു നിയോഗമില്ലാതെ, എനിക്കൊരു എന്താ പറയണ്ട, ദൈവത്തിന്റെ ഒരു പരിശുദ്ധാത്മാവിന്റെ നിയോഗമില്ലാതെ എനിക്ക് ആ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് താല്പര്യമില്ലാത്ത ഒരാൾ, പ്രത്യേകിച്ച് പ്രായോഗിക ജീവിതത്തിലൂടെ അല്ലാതെ മറ്റുള്ളവരെ വല്ലതും പറഞ്ഞ് പഠിപ്പിക്കുവാനും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാനും എനിക്ക് അത് മനസാക്ഷി ശരിയാകത്തില്ല. ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ കൂടെ എൻ്റെ മമ്മി വളർത്തിയത് അങ്ങനെയാണ്, വചനം കൊണ്ടും അടി കൊണ്ടും ശിക്ഷ കൊണ്ടും. രണ്ടും ഞങ്ങൾക്ക് ഒപ്പത്തിനും. നമ്മുടെ ടീച്ചറായിരുന്നു, എൻ്റെ ഗ്രാൻഡ് പേരൻസും ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ ടീച്ചർ ഫാമിലിക്ക് ഒരു പ്രത്യേകതകളുണ്ടല്ലോ, അറിയാമല്ലോ. ടീച്ചേഴ്സിൻ്റെയൊക്കെ ഫാമിലിയിലുള്ളവർ അവർക്ക് പ്രത്യേക രീതികളൊക്കെ ഉണ്ട്. എന്തായാലും അതിനൊപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുക്ക വന്നു കഴിഞ്ഞപ്പോൾ അതൊരു സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയവരാണ്. അവർക്ക് ജോലി ചെയ്യാനൊക്കെ നല്ല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് മുൻപേ അവരുടെ രാജ്യവും നീതിയും അന്വേഷിക്കാനുള്ള പ്രമാണത്തിലേക്ക് വന്നവരോട് കൂടി ചേർന്നപ്പം എനിക്കും ആ ഡിസിപ്ലിനിലേക്ക് കൂടുതലായിട്ട്, അതിനുവേണ്ടിയാണ് ദൈവം എന്നെ ഈ വീട്ടിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ട് വിവാഹം ചെയ്ത് അയച്ചെന്നുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ദൈവം കൂട്ടിച്ചേർക്കാതെ ഇങ്ങനൊരു അനുഭൂതി വരാൻ പറ്റും. ആദ്യമായിട്ട് കർത്താവിന്റെ ദാസനും ദാസിക്കും നന്ദി പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് മാന്യ പ്രേക്ഷകരെ ഞാൻ വന്ദനം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ ആസാദി ചാനലിൽ കൂടെ അനേകമായ ഉപദേശങ്ങളെ, നല്ല സാക്ഷ്യങ്ങളെ, പ്രബോധനങ്ങളെ, പ്രായോഗിക ജീവിതങ്ങളെ ഞാൻ കാണാറുണ്ട്. കറൻ്റായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കർത്താവിന്റെ ദാസൻ അതിനെ കൈകാര്യം ചെയ്ത് മനോഹരമായിട്ട് കൈകാര്യം ചെയ്യും. എനിക്ക് അങ്ങനെയുള്ള ശുശ്രൂഷ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഞാൻ പഠിച്ചതെങ്കിൽ ജോലിക്കൊന്നും പോയിട്ടില്ലായിരുന്നു, ഡിഗ്രിക്ക്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടുള്ള എന്താ പറയണ്ടേ എക്സ്പോഷർ ഇല്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആത്മീയ സാഹചര്യങ്ങൾ വിദേശത്തൊക്കെ പഠിക്കുമ്പോൾ സംസാരിക്കും, സാക്ഷ്യങ്ങൾ പറയും, പ്രബോധിപ്പിക്കും. അതിൽ കൂടുതൽ എനിക്ക് ബൈബിൾ ഇംഗ്ലീഷിലെടുത്ത് മൊത്തം അങ്ങോട്ട് പ്രസംഗിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇങ്ങനെ ചോദിക്കുക ആന്റി, നമ്മൾ സംസാരിച്ചപ്പോൾ അന്നൊന്ന് പറഞ്ഞായിരുന്നു മാധ്യമ പ്രവർത്തകയാകണമെന്നായിരുന്നു ആഗ്രഹം അല്ലേ? യെസ്. എനിക്ക് ചെറിയ പ്രായത്തിൽ എനിക്ക് വിവാഹം ഉടനെ കഴിഞ്ഞു. ഡിഗ്രി എക്സാം എഴുതുമ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞു. കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ 3 സിസ്റ്റേഴ്സും 2 ബ്രദേഴ്സുമാണ്. അപ്പൊ ഗ്രാൻഡ് പേരൻസ് റിട്ടയർ ആയി. ഗ്രാൻഡ് ഫാദർ ഹെഡ് മാസ്റ്റർ ആയിരുന്നു, അപ്പച്ചൻ മരിച്ചു. അമ്മച്ചി അവിടെ ഉണ്ട്. എപ്പോഴും പറയും മോളെ കെട്ടിക്കണം. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ അവിടെ നാട്ടിലെ സിസ്റ്റം അങ്ങനെ. അപ്പൊ എൻ്റെ മമ്മി എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞാലും പ്രാർത്ഥിച്ചല്ലാതെ, അത് മമ്മി വളർന്ന സാഹചര്യം അങ്ങനെയായിരുന്നു. ഞാൻ നേരത്തെ എൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ജേക്കബേറ്റ് ഓർത്തഡോക്സ് ഫാമിലിയിലാണ് ജനിച്ചെങ്കിലും അമ്മച്ചി CSI വന്നതുകൊണ്ട് അമ്മച്ചിക്ക് മക്കളില്ലാത്ത സമയത്ത് അമ്മച്ചി പ്രാർത്ഥിച്ച, പിന്നെ അമ്മച്ചി മല്ലപ്പള്ളി ചെന്നപ്പോൾ അമ്മച്ചിയുടെ കുടുംബത്തിലിരിക്കുമ്പോൾ പെന്തക്കോസ്റ്റിന്റെ കൺവെൻഷൻ അറ്റൻഡ് ചെയ്ത് അഭിഷേകം പ്രാപിച്ച ഒരു അമ്മച്ചി ആയതുകൊണ്ട് പ്രാർത്ഥനയെ കൂടെ അമ്മച്ചി 10 വർഷം കഴിഞ്ഞ് എൻ്റെ മമ്മിയെ ദൈവം കൊടുത്തു. ആ മമ്മിയെ വളർത്തിയ മുഴുക്കെ ഈ തിരുവചനം കൊണ്ടാണ്. തിരുവചനം മൊത്തം 66 പുസ്തകം കാണാതെ അറിയാവുന്ന ഒരു അമ്മച്ചി. ആ ഗ്രാൻഡ് മദറാണ് എന്നെയും വളർത്തിയത്. അമ്മച്ചിയുടെ വേദപുസ്തകം മുഴുക്കെ ഈ മണ്ണെണ്ണ വിളക്കിന്റെ പുകയെ അടിച്ച് അങ്ങനെ ഒരു വേദപുസ്തകമാണ്. മുഴുക്കെ കാണാതെ ഏത് സിറ്റുവേഷനിൽ ഏത് സമയത്ത് ഏത് കൊണ്ടുവരണം വചനം അങ്ങനെ പറയുന്ന ഒരാൾ, അബിഗേലിനെ പോലെ ഒരു അമ്മച്ചിയാണ്. അപ്പൊ എൻ്റെ മമ്മിയെ വളർത്തിയ പ്രാർത്ഥനയാലും വിശുദ്ധമായിട്ടും. അതുകൊണ്ട് പിന്നെ മർത്തമ്മയിൽ കല്യാണം കഴിച്ചാലും മമ്മിയുടെ അടിസ്ഥാനം അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. കുഞ്ഞുഞ്ഞമ്മ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായിരുന്ന വിദ്യാഭ്യാസ
പഠിപ്പിക്കുന്ന കാര്യത്തിൽ മമ്മി ഇംഗ്ലീഷ് മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ ആയിരുന്നെങ്കിൽ പോലും മമ്മിയെ പറ്റി ആത്മീയമായ അനുഭവങ്ങളുള്ള നല്ലൊരു ടീച്ചർ, ഹമ്പിളായിട്ടുള്ള, അങ്ങനെയാണ് പേര് കിട്ടിയിട്ടുള്ളത്. ഹാലലൂയ. മമ്മിയുടെ മമ്മിയുടെ മൂത്ത മകളായിട്ട് ജനിക്കുവാൻ എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ പപ്പ ആർമിയിൽ നിന്ന് റിട്ടയറായി ഗവൺമെന്റ് PNDയിൽ ജോലി ചെയ്ത് അവിടുന്ന് റിട്ടയർ ആയത് ആളാണ്. പിന്നെ ഗ്രാൻഡ് പേരൻസും എല്ലാം ഗവൺമെന്റ് ജോലിക്കാരായിരുന്നുകൊണ്ട് അവർക്ക് എല്ലാത്തിലും ഒരു അച്ചടക്കവും ഒരു സിസ്റ്റവും ഉണ്ട്. ഇഷ്ടംപോലെ പൈസ എടുത്ത് ജീവിക്കുവാനോ ഇഷ്ടംപോലെ ജീവിക്കാനോ അവർക്ക് പറ്റിയില്ല. അതുകൊണ്ട് ആ തറവാട്ടിലാണ് ജനിച്ചു വളർന്നുകൊണ്ട് അതിൻ്റെയും കൂടെ ഒത്തിരി സിസ്റ്റം. ഈ നമ്മളെ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടല്ല. എൻ്റെ ജനനം, ഞാനതുകൊണ്ട് ഇപ്പം പറയും, നമ്മൾ ജനിക്കുന്നത് എവിടെയാണ് അത് ദൈവം നിയമിക്കും. എങ്ങനെ ആയിരിക്കണം, ആരുടെ പേരൻസിലായിരിക്കണം മക്കളായിട്ടാണ് ജനിക്കുന്നത്, ഒക്കെ ദൈവം നിയമിക്കുന്നതാണ്. പ്രത്യേകം ദൈവത്തിന് വേണ്ടി, എസ്പെഷ്യലി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് കർത്താവിൻ്റെ വചനപ്രകാരമുള്ള ലീഡർഷിപ്പിലേക്ക് വരുന്നവർക്ക് പ്രത്യേകമായുള്ള അവസ്ഥയിൽ അവർ ജനിച്ച് വളർത്തപ്പെടുന്നത്. എനിക്ക് എൻ്റെ പപ്പായുടെയും മമ്മിയുടെയും വീട്ടിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആരെന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിയും പപ്പായ, അവരുടെ മോളായിരുന്നുകൊണ്ട് എല്ലാവരുടെയും ഏറ്റവും മൂത്തത് നമ്മൾ പറയത്തില്ല, ഏറ്റവും മൂത്ത ആള്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇളയ വരുന്ന കസിൻസിനെയൊക്കെ നോക്കണം. എനിക്കൊക്കെ കുറച്ച് എന്താ പറയണ്ടേ, ചെറിയ പ്രായത്തിൽ ഒക്കെ കുഴപ്പങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ, ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് അവരെ പോലെ ഒന്നും അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം എന്നെ എല്ലാവരും നോക്കും, ഇവരെ എല്ലാം നന്നായി കൊണ്ടുപോകുന്നുണ്ടോ. നല്ല ലീഡർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ വാച്ച് ചെയ്യും. അങ്ങനെ ലീഡർഷിപ്പ് എനിക്ക് തുടങ്ങുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ്, എൻ്റെ വീട്ടിൽ തുടങ്ങി. പിന്നെ സ്കൂളിലൊക്കെ ക്ലാസ് ലീഡേഴ്സാണ് ഈ ടീച്ചേഴ്സിൻ്റെ മക്കളെ എല്ലാവരും ആക്കുമല്ലോ. കോളേജിൽ ചെന്നപ്പോഴും എനിക്ക് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ സോഷ്യൽ സർവീസിൻ്റെ ലേഡി സെക്രട്ടറി ആയി. പിന്നെ ചെറിയ പ്രേ ഗ്രൂപ്പ് നടത്താൻ അവസരം കിട്ടി. അന്നൊന്നും പരിശുദ്ധാത്മാവിൻ്റെ നിറവൊന്നും ഇല്ല, ഒരു ഭക്തിയുടെ ഒരു ചെറിയ അളവിൽ. അത് കഴിഞ്ഞുകൊണ്ടെയാണ് ഈ കർത്താവിൻ്റെ ദാസിന്റെ വിഭാഗം പറഞ്ഞു വന്നു. രക്ഷിക്കപ്പെട്ടതാണോ എന്ന് അന്യനെ തിരക്കി രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞു. അന്ന് ഇവാഞ്ചലിക്കൽ സഭയിൽ നിന്നാണ്. അങ്ങനെ അതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാ. ഒരു ദൈവദാസന് ഞങ്ങൾക്ക് ദൂത് തന്നാലും ഈസഹാക്കിനെ റിബേക്ക പോലെ ചേർക്കപ്പെട്ടവരാണ്. എനിക്കത് സന്തോഷം തോന്നി, ദൈവത്തിന്റെ ആ പദ്ധതിയും ആ പ്ലാനുകളും ഒക്കെ. അങ്ങനെ ഞങ്ങൾക്ക് ഉടനെ തന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവരാൻ പെട്ടെന്ന് തന്നെ 2 വീക്സിനകം ഇവിടെ അങ്ങനെ ഒമാനിൽ അങ്ങനെ അധികം വന്ന് 69 എൻ്റെ ഹസ്ബൻഡ് വന്ന് 73 കല്യാണം കഴിഞ്ഞ് അപ്പം തന്നെ ഞങ്ങൾ 2 ആഴ്ചയ്ക്കാൻ വന്നു. അന്ന് അങ്ങനെ കൊണ്ടുവരാനൊക്കെ അതൊക്കെ ദൈവത്തിന്, ബ്രിട്ടീഷ് കമ്പനി ആയിരുന്നുകൊണ്ട് കൊണ്ടുവരാൻ പറ്റി. ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിക്ക് പ്രയോജനപ്പെടാനാണ്. നമുക്ക് വലിയ അറിവൊന്നുമില്ല. പിന്നീട് ജീവിതത്തിൽ കുറേ കാല നന്മകളും ഭൗതികം ജീവിച്ചതിനേക്കാൾ സാഹചര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അതിനൊന്നും ഇളകാൻ പറ്റത്തില്ല എനിക്ക്. കാരണം അടിസ്ഥാനം നല്ലതായിട്ട് ദൈവഭയത്തിലാണ്. ദൈവഭയത്തിൽ നിങ്ങൾ ഓർക്കണം, ഞാൻ കഴിഞ്ഞ മണിയും പറഞ്ഞ മർത്തോമാക്കാരാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ചൊല്ലും ചോറും ഭവനത്തിൽ തന്നെ കിട്ടി. ഈ വചനമാണ് ഞങ്ങൾക്ക് ആധാരമായിരുന്നത്. മമ്മി ഞങ്ങളെ ശിക്ഷിക്കാൻ വരുന്നതിന് ഒരു വടിയും കൊണ്ടാണെങ്കിൽ ഈ വചനത്തിൽ നിന്ന്, പ്രത്യേകിച്ച് സദൃശ്യവാക്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ സദൃശ്യവാക്യങ്ങൾ ഒത്തിരി കാണാതെ അറിയാമായിരുന്നു. ചൊല്ലും ചോറും എന്നതാ ഞാൻ പറയുന്നത്. കൂടാതെ സൺഡേ സ്കൂള്, പിന്നെ നമ്മുടെ യൂത്ത് ലീഗ്, കൊയറ്, നമ്മുടെ ചെറിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കോളേജിൽ ചെന്നപ്പോൾ EUവുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കോൺഫറൻസ്, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാവുന്ന ആത്മീയ അനുഭവങ്ങൾ കിട്ടി. പിന്നെ ഞാൻ ജനിച്ചു വളർന്നത് പിന്നെ മുളക്കട ചർച്ചോക്കോടിന്റെ താഴെ. അതുകൊണ്ട് അത് എനിക്ക് ഒത്തിരി ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം അന്നത്തെ കാലത്തെ അനുഭവത്തിലുള്ള ഞങ്ങൾ പറയും ഇതുപോലൊരു ജീവിതം ആർക്കും ലഭിച്ചിട്ടില്ല. അവിടെ ഞങ്ങൾക്ക് VBS ഉണ്ട്. എപ്പോഴും സായിപ്പന്മാർ വന്ന് പ്രസംഗിക്കും. അതിൻ്റെ ട്രാൻസ്ലേഷന് വേണ്ടി ഞങ്ങൾ പറയും ഏറ്റുന്ന ഉപദേശി എന്ന് പറയും കാണാൻ പോകും. ഞങ്ങൾ തമാശയൊക്കെ പറയും. അപ്പുറത്തെ ബ്രദറുകാരുടെ അച്ചായനാണ് ഞങ്ങൾക്ക് ചൂട്ടൊക്കെ കത്തിച്ച് ഞങ്ങളെ കുറേ കുട്ടികളെയും കൂടെ പുറകെ കൊണ്ടുപോകും. അങ്ങനെ ആൺപെണ്ണിൻ്റെ ഒരു ചിന്തകളൊന്നും അന്നില്ല. അന്നെല്ലാം ഭയനിർദ്ദേശങ്ങളെ, സ്നേഹങ്ങളെ, ബഹുമാനങ്ങളെ, ആദരവുകൾ, അങ്ങനെയാണ്. അയൽവക്കങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. അങ്ങനെ പോവുകയും കാണാം. അങ്ങനെ എല്ലാത്തിലും ഒരു ജീവിതത്തെ മോൾഡ് ചെയ്യാൻ ദൈവം എനിക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൂടി ഇടയാക്കിയത്. അല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ വന്നെന്നും പ്രാർത്ഥിച്ചെല്ലാം നേടിയെന്നും ഭക്തയായിരുന്നു ഒന്നും ഇപ്പോഴും എനിക്ക് പറയാനില്ല. സ്തോത്രം. പിന്നെ ദേവദാസന്റെ കൂടെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളാണ്. കാരണം അന്ന് ഇവിടെ വളരെ ലേറ്റ്ലി ഡെവലപ്ഡ് ആണല്ലോ ഒമാൻ. ഇപ്പൊ അങ്ങ് ബൂം ചെയ്ത് ഇപ്പൊ ലോകത്തിലെ പല സർവേയിലും പല കാര്യങ്ങളും ഇവരാ ബെസ്റ്റ്. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് കർത്താവെ ഞങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നതുകൊണ്ട് ഈ രാജ്യത്ത് വീണ്ടും സുവിശേഷവും വ്യാപരിക്കണം, നന്മകളും വരണം, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ഇവിടുത്തെ സമ്പത്തുകളും എല്ലാം വർദ്ധിക്കണം. നമ്മളെ എക്സൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ് നീ പോയിരിക്കുന്ന പ്രവാസിയായിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെ അവിടുത്തെ നന്മയാണ് നീ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അതും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ലോക്കൽസ് അല്ല ഒമാനീസിനൊക്കെ ഒരുവിധം അറിയാവുന്നവർക്കൊക്കെ നല്ല ബഹുമാനവും ആദരവും. എനിക്കറിയത്തില്ല, ഞാൻ വെളിയിലൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് അറബി അങ്ങനെ സംസാരിക്കത്തില്ല, ചെറിയ ചെറിയ വാക്കുകളും മാത്രം. പക്ഷേ ഞാൻ ഇംഗ്ലീഷിലോ എങ്ങനെയെങ്കിലും ഞാൻ ദൈവം അന്നേരം ഒരു കൃപ തരുന്ന
അനുസരിച്ച് ഞാൻ സംസാരിക്കും. അവർക്ക് മനസ്സിലാകുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഞാൻ പറയുക, കേരളത്തിൽ ജനിച്ചു വളർന്ന കാലം പോലെ അല്ല ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അല്ലെങ്കിൽ കഷ്ടങ്ങളും എന്നെ കേൾക്കുന്നവർക്ക് അറിയാം. വളരെ പ്രയാസം. എത്ര നന്മ ചെയ്താലും എത്ര നേരോടെ കാര്യങ്ങൾ സംസാരിച്ചാലും അതൊക്കെ പെർവേർട്ടഡ് ആയിട്ടൊക്കെയാണ് പറയുകയും ചിന്തിക്കുക. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാം ദൈവത്താൽ നമ്മൾ മറികടക്കുമല്ലോ. അങ്ങനെ ഈ രാജ്യത്ത് വന്ന ആദ്യത്തെ കാലഘട്ടങ്ങളെന്ന് പറയുന്നത് ഒരു 7 വർഷം, എനിക്ക് 7 വർഷം വെച്ച് എൻ്റെ ജീവിതത്തിന് വ്യത്യസ്തതകൾ ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ 7 വർഷം ദൈവം അയച്ചു വിട്ടു. ഒത്തിരി പാവമൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ പൂർണ്ണ ഗീതത്തിനൊന്നും അല്ല ജീവിച്ചേ. ആ സമയത്ത് അറിയത്തില്ലല്ലോ, കൂട്ടുകാർ വേണം, കൂട്ടുകാരുമായിട്ട് കറങ്ങാൻ പോകണം. അത് ചിലപ്പം കുടുംബ പ്രാർത്ഥനയൊന്നും ഇല്ല, ചില ദിവസം കുടുംബ പ്രാർത്ഥനയുണ്ട്. അപ്പൊ അതിനകത്തൊന്നും ഒരു സിസ്റ്റം ഇല്ല, നേരമല്ല. അങ്ങനെ വരുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ മകൻ, മൂത്ത മകൻ കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് അടുത്ത മകൻ ഉണ്ടാകുന്നത്. ആ സമയത്ത് പ്രയാസകരമായ ഒരു അലർജി ഉണ്ടാകും. ഒരു മാസത്തോളം ഞാൻ സഹിച്ചു. വളരെ ഇപ്പൊ ഫ്രണ്ട്സൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട്, അവർ ചെറിയ മെഡിസിൻ ഒക്കെ തരും, ഒന്നും പരിചയമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു ബ്രിട്ടീഷ് ബാങ്കാണ്. ആ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആന്റി, അതാ ഞങ്ങളുടെ ആത്മീയ അച്ചായനെയുമാണ് ഞങ്ങൾ ആത്മീയ പിതാക്കന്മാരായിട്ട്, ഞങ്ങളെ ആത്മീയ ഗുരുക്കന്മാരായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഞങ്ങൾ. തോമാച്ചായൻ്റെ വൈഫ് ആൻറ്റി വന്നു, മീരുക്കുട്ടി ആൻറ്റി വന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ടൊന്ന് വരും, വന്ന് സംസാരിക്കും. ചോദിച്ചു എന്ത് പറ്റി വത്സയ്ക്ക്? ഞാൻ പറഞ്ഞു എനിക്ക് ഒരു അലർജി കാരണം തീരെ വയ്യാത്തൊരു സാഹചര്യമാണ്, അതിന് മെഡിസിനൊക്കെ എടുത്തോ? ഞാൻ പറഞ്ഞു എടുത്തു. എന്താ പിന്നെ അങ്ങ് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു, പ്രയർ സോൾവ്സ് പ്രോബ്ലംസ്. എൻ്റെ മാളികയിൽ എൻ്റെ ഭവനത്തിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ കയറി വരുന്ന പോർട്ടിക്കോയിൽ എഴുതി വെച്ചൊരു സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഇത്രയും പ്രാർത്ഥിക്കുന്നവർ എന്നോടൊക്കെ എന്തോ ഇങ്ങനെ പറയുന്നത്. അത് അഹങ്കാരം കൊണ്ട്, അഹംഭാവം കൊണ്ടല്ല, എനിക്ക് അറിവില്ലായ്മ കൊണ്ടായിരുന്നു. പക്ഷേ പുള്ളി ആന്റി പോകുന്നതിനും പറഞ്ഞു, വത്സ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ സൺഡേ ഹാലേലൂയ സെൽഫ് പ്രയറിന് പ്രാർത്ഥിക്കും, വത്സ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വത്സ സൗഖ്യമാകുന്നു. പെട്ടെന്ന് എനിക്കത് എന്നെ അങ്ങ് റേമ പോലെ എൻ്റെ അനുഭവത്തിൽ ഞാൻ കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ആ അസുഖമേ. ആമേൻ. ദൈവം എന്നെ ടേൺ ചെയ്യുവാൻ തക്കവണ്ണം ഉപയോഗിച്ച എന്ന് പറഞ്ഞാൽ വീണ്ടും കൊണ്ടുവരുവാൻ, ദൈവസന്നിധി കൊണ്ടുവരാൻ. അതേ തുടർന്ന് പിന്നെ ജീവിതത്തിൽ അനേകമായ അനുഭവങ്ങൾ വന്നു. ഇങ്ങനെ പിന്നെ അദ്ദേഹത്തെ എൻ്റെ ഹസ്ബൻഡ് കൂടെ ആയിരുന്നുകൊണ്ട് 73 ഞാൻ ഇവിടെ വന്നു. 74 തൊട്ട് ഞങ്ങൾ യാത്രകൾ പല രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റി. അന്ന് ടൂറിസം ഒന്നുമല്ല, ഞങ്ങൾ തന്നെ ബുക്ക് ചെയ്ത് പോവുകയാണ്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ഷെല്ലിലോട്ട് 21 വർഷം കഴിഞ്ഞ് ഷെൽ പെട്രോളിയത്തിന്റെ ഒരു ചീഫ്, നല്ല ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വരുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളെല്ലാം ലോകരാജ്യങ്ങളിൽ കൊണ്ടുപോകും. പിന്നീട് ദൈവം എനിക്ക് അമേരിക്കയിലൊക്കെ ട്രെയിനിങ്ങും ഹവായിൽ ട്രെയിനിങ്ങും തന്നു. ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങാണ്. ഏറ്റവും ഞാൻ മനസ്സിലാക്കിയത്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് നിന്നാൽ നമുക്ക് സമാധാനവും സന്തോഷവും, നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മളെ പറ്റിയുള്ള കോളിംഗ് ആൻഡ് പർപ്പസ് അറിയാം. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, ദൈവം നമ്മളെ വെറുതെ അങ്ങ് ജനിപ്പിച്ചു വിടുകയല്ല. ദൈവം ജനിപ്പിക്കുന്ന ഓരോരുത്തരെയും പറ്റി, ഓരോ കാലഘട്ടങ്ങളിലും ഓരോരുത്തരെയും പറ്റി യുണീക്കായിട്ടുള്ള ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനനുസരിച്ചുള്ള സാഹചര്യങ്ങളും അതിനുള്ള നടത്തിപ്പുകളും അതിനുള്ള കഷ്ടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും നന്മകളും എല്ലാം ദൈവം നമുക്ക് തരും. അല്ലെങ്കിൽ ആ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കുവാനുള്ള കുറവയും തരും. പിന്നെ പർപ്പസ് കണ്ടുപിടിച്ച് അതിനകത്തോട്ട് കയറണം. ആ കയറി കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ എന്താ പറയണ്ട, ജീവിതത്തിന്റെ ഒരു സാഫല്യം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ കഷ്ടങ്ങളെ കൂടി ആദ്യത്തെ ഇത് കഴിഞ്ഞു. പിന്നെ 7 വർഷത്തിന്റെ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടി എൻ്റെ ഫാദറിനും എൻ്റെ ഫാദറിന്റെ ഫാദറും, എൻ്റെ ഫാദർ റിട്ടയർ ഉടനെ തന്നെ മരിച്ചായിരുന്നു. എൻ്റെ ഫാദർ 70 years കംപ്ലീറ്റ് ചെയ്തിട്ടാണ് മരിച്ചത്. എല്ലാവർക്കും കോളൻ ക്യാൻസർ. ആ ഫാമിലിയിൽ വേറെ അസുഖങ്ങളൊന്നുമില്ല, ഹെൽത്തിയാണ്. ഞങ്ങളൊക്കെ ഇത് അത്ലറ്റിക് ബോഡിയാണ്, ഓട്ടക്കാരും കളിക്കാരും ചാട്ടക്കാരും അങ്ങനെ ഉള്ള ഒരു രീതിയാണ്. പക്ഷെ ഈ ഒരു അസുഖം, എത്ര ആരോഗ്യവും സൗന്ദര്യവും ഉള്ളവരാണെങ്കിലും ഒരു 10-40 വയസ്സ് 45 ആകുമ്പോഴത്തേക്ക് ബലഹീനരാകാൻ തുടങ്ങും, അങ്ങ് ക്ഷീണിക്കാൻ തുടങ്ങും. അതിപ്പോൾ തലമുറയിലൊക്കെയും വന്ന്, അത് നമ്മളറിയാലോ, കേഴ്സസ് ഇതൊക്കെ അറിയാവുന്ന ദൈവജനമാണ് എന്നെ കേട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നു. എനിക്ക് ആദ്യം 96-ലായിരുന്നു. അപ്പം ജ്യേഷ്ഠൻ്റെ ഭാര്യയൊക്കെ ഗൈനക്കോളജിസ്റ്റും, അനിയൻ്റെ ഭാര്യ പീഡിയട്രീഷ്യനാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അഥവാ ജ്യേഷ്ഠൻ്റെ ഭാര്യ മൂവാറ്റുപുഴ ആയതുകൊണ്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ തന്നെ ഹോസ്പിറ്റലിൽ PVS-ലായിരുന്നു, ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സ്. ലാസ്റ്റ് സ്റ്റേജ് പോലെ, എല്ലാം പറയാൻ സാഹചര്യമില്ല ഇവിടെ. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയാൻ എന്നെ കണ്ടാൽ അങ്ങ് വളരെ മെലിഞ്ഞ് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഭാരമൊന്നുമില്ല, അതാണ് രസം. അപ്പോഴത്തേക്ക് ഞാൻ ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചു, സ്നാനപ്പെട്ടു. കർത്താവിൻ്റെ മിനിസ്ട്രി എന്ന് പറയുന്ന തുടക്കം എൻ്റെ സാക്ഷ്യം പറയുകയാണ്. സാക്ഷ്യം പറയാൻ കാരണമുണ്ട്. ഞാൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ
സ്നാനപ്പെടുന്നതിന് മുമ്പാണ്. 87 ജൂൺ 4 ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്പം ഞാൻ നാട്ടിലേക്ക് പോകേണ്ടി വന്ന ചില സാഹചര്യങ്ങളുണ്ടായി. എൻ്റെ മോനും കളിക്കാരനായതുകൊണ്ട് പഠിത്തത്തിൽ ശ്രദ്ധ വെച്ചില്ല. അതുകൊണ്ട് അവനെ കൊണ്ട് സെന്റ് തോമസിലാക്കിയിട്ട് ഒരു വീട് ട്രിവാൻഡ്രത്ത് കേശവാസുരത്ത് വാങ്ങിച്ച് അവിടെ താമസിക്കാനായിട്ട് വരുന്ന സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ ചെന്നിരുന്ന ആ തലയെ തുണിയൊന്നും ഇട്ടിട്ടില്ല, ഹല്ലേലൂയ, പ്രത്യേകിച്ച്. പക്ഷേ അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ എടുക്കപ്പെട്ടു അങ്ങനെ ചോദിച്ചാൽ പിന്നെ എനിക്ക് ശക്തി ഇല്ലാതായി, സംസാരിക്കാൻ വയ്യ, എൻ്റെ ശരീരത്തിന് ആരോഗ്യമില്ല, ലൈഫ് ഇല്ലാത്ത പോലെ, പിന്നെ മേളിൽ നിന്ന് ഒരു പുൾ ചെയ്യുന്ന ഒരു അനുഭവത്തിലുള്ള ആ 2 മണിക്കൂറാണ് ദൈവം എന്നെ അഭിഷേകം ചെയ്യുന്നു, ആത്മനിറവിൽ കാക്കുന്നു, അന്യഭാഷകളെ ആരാധിക്കാനായിട്ട് വരുന്നു, പാട്ടും പാടുന്നു. ഞാൻ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു എന്നല്ലാതെ ഒരിക്കലും ഹിന്ദി ഞാൻ സംസാരിച്ചിട്ടില്ല. നമ്മൾ സിനിമ കണ്ട് വളർന്നിട്ടുള്ളവരല്ല, കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി കണ്ടിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഡിഫൻസ് ക്യാമ്പിലായിരുന്നു, ഡിഫൻസിന്റെ ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കെ കാണുമായിരുന്നു. വേറെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ചേഞ്ച് ഒന്നിനും പോകാനുള്ള സാഹചര്യങ്ങളായിരുന്നു വേണം. അതുകൊണ്ട് ഇങ്ങനൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അതേസമയം ഹിന്ദിയിൽ നന്നായിട്ട് ഞാനൊരു പാട്ട് പാടി. അതായത് ഹല്ലേലൂയ, സോറി പെട്ടെന്ന് പാട്ട് കിട്ടുന്നില്ല, ഒരു പാട്ട് പാടി. ആ പാട്ടിന്റെ വരികളൊന്നും ലിറിക്സ് ഒന്നും എനിക്ക് കാണാതെ അറിയുന്നതല്ല. ഹല്ലേലൂയ, ആ പാട്ട് പാടിയത് ഹിന്ദിയിൽ പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുവാണ് ആരോ ഹിന്ദിയിൽ പാടുന്നത്, ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഭയമായി. ആത്മാവിൽ മാറി, ജഡത്തിലും മാറി. ഈ 2 രീതിയിലും ഞാനത് മനസ്സിലാക്കി. പിന്നെ എനിക്ക് ഭയവും വരുന്നുണ്ട്, എന്നെ കൊണ്ട് നിർത്താൻ വയ്യാത്ത വിധത്തിൽ ആ പാട്ട് ഞാൻ പാടുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പാടി കുറച്ച് കഴിഞ്ഞ് പിന്നീട് ഭാഷകളിലേക്ക് മാറി. അപ്പം ദൈവം എന്നോട് ഒരാൾ പറയുന്നുണ്ട്, അത് കേൾക്കാം, ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രത്യേക അനുഭവമായിരുന്നു എനിക്ക്. 2 മണിക്കൂറെന്ന് പണ്ടത് കുട്ടികളെ മലയാളം ട്യൂഷൻ അങ്ങോട്ട് വിട്ടായിരുന്നു നാട്ടിൽ ചെന്നപ്പോഴേ. അത് കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞവർ വന്നിട്ട് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് ഇരിക്കുന്നിടത്തു നിന്ന് കരയുന്നുണ്ട്, ഹല്ലേലൂയ, കണ്ണുനീരുണ്ട്, കണ്ണടച്ചിരിക്കുക, ജീവനില്ല, കൈ അവർ പിടിച്ചാലൊന്നും എനിക്ക് പറ്റൂല. എനിക്കൊന്ന് പറയണമെന്നുണ്ട് ഇവരോട്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം വലിയ മോനും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നുകൊണ്ട് വലിയ ആൾ പറഞ്ഞു, ഐ തിങ്ക് മാമി ഈസ് പ്രേയിങ് എന്ന്. മറ്റേ ആൾ പറഞ്ഞു, ഓ മൈ മമ്മി ഡയഡ് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. കാരണം ഒന്നും നിശ്ചലമായി പോയി. അങ്ങനെ ഇരിക്കെ ഒത്തിരി സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു. 2ആയിട്ട് വേർതിരിച്ച്, ബുദ്ധി കൊണ്ട് ഞാൻ പാടും, ആത്മാവ് കൊണ്ടും പാടും. ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ഈ 2 അനുഭവത്തെയും ദൈവം എന്നെ പഠിപ്പിച്ച് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ സ്ട്രഗിൾ ചെയ്ത്, കർത്താവെ എനിക്ക് മലയാളം ഇനിയും പറയാൻ പറ്റത്തില്ലയോ, ഞാനിങ്ങനെയുള്ള ടെസ്റ്റ് മണി ഒന്നും കേട്ടിട്ടില്ലല്ലോ. ആ സമയത്തൊന്നും നമുക്ക് അങ്ങനെ എക്സ്പോഷറൊന്നും ഇല്ല, മീഡിയാസ് ഇല്ല. അങ്ങനെ ഞാൻ കരഞ്ഞ് വിഷമം വന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, പേടിക്കുന്നത് പോലെ ആയപ്പോൾ കർത്താവിനെ ആ ഒരു പ്രത്യേക അനുഭവത്തിൽ നിന്ന് വിട്ട് ഞാൻ ഹല്ലേലൂയ സ്തോത്രം, മലയാളത്തിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞു വന്നതോടെ എൻ്റെ ജീവിതത്തിന് ഭയങ്കരമായിട്ട് ചേഞ്ച്ഡായി. എൻ്റെ പെർസ്പെക്റ്റീവ്സിനെല്ലാം ചേഞ്ചായി. എന്നുള്ള അഭിഷേകം എൻ്റെ ജീവിതത്തെ ഒരുക്കാനും ശുദ്ധീകരിക്കാനും തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ തൊട്ട് കർത്താവിന് വേണ്ടി, അപ്പോൾ ചെറിയ പ്രായത്തിൽ കോളേജിലായിരിക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ സാക്ഷിയൊക്കെ മറ്റുള്ളവരെ യേശുക്രിസ്തുവിനെ പറ്റി പറയും. പക്ഷേ ജീവിതം അത്ര അങ്ങോട്ട് വളരുന്നില്ല ആത്മാവിൽ. പക്ഷേ യേശുക്രിസ്തുവിനെ ഹൈലൈറ്റ് ചെയ്യും എപ്പോഴും നമ്മൾ. കാരണം നമ്മൾ BBSനൊക്കെ പോകുമ്പോൾ ആരെയും ബോണഗെയിനൊക്കെ ചോദിക്കുമല്ലോ നമ്മളോട്, നമ്മൾ എഴുതി കൊടുക്കേണ്ട ചില ഇതൊക്കെയുണ്ട്. എനിവേ, അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ പിന്നീട് കർത്താവിൻ്റെ ആത്മാവ് സംസാരിച്ച ഒത്തിരി വിഷയങ്ങളുണ്ടായി. ഒത്തിരി പ്രയർ ഗ്രൂപ്പുകൾ, ഒത്തിരി കൂട്ടായ്മകൾ ട്രിവാൻഡ്രത്ത് നടക്കാനിടയായി. ഇതൊക്കെ ദൈവത്തിൻ്റെ മഹത്വത്തിന് എൻ്റെ ചിന്തയിൽ വരുന്ന ഞാൻ അങ്ങ് പറയുകയാണ് കേട്ടോ. ഒന്നും പ്ലാൻ ചെയ്തതല്ല, ഇങ്ങനൊരു കാര്യമേ പ്ലാൻ ചെയ്തിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ വന്ന കൂട്ടത്തിൽ പൊളിറ്റീഷ്യൻസിന്റെ ഫാമിലി വരാൻ തുടങ്ങി, ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാൻ തുടങ്ങി. എൻ്റെ ഭവനത്തിൽ തന്നെ വന്ന ഒരു വലിയ മന്ത്രിയാണ്. ഞാൻ ഒരിക്കൽ പോലും പുറകിൽ അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിന് പറയാൻ പോയിട്ടില്ല. പിന്നീട് മന്ത്രിയായി. അപ്പോൾ പറയാൻ വന്നത് ഇതൊക്കെ ഒരു കാലഘട്ടം, അതാണ് എല്ലാറ്റിനും. അതുകൊണ്ട് വചനം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ സഭാപ്രസംഗിയിൽ പറയുന്നുണ്ട് ഒരു വചനം, നിനക്ക് ചെയ്യുവാൻ സംഗതി വരുത്തു നോക്ക്, ശക്തിയോട് ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് സ്പിരിച്വൽ ഫ്രീഡം അങ്ങ് തന്നു. ഞാൻ കുറച്ച് നാൾ ട്രിവാൻഡ്രത്ത് താമസിച്ചു. സ്പിരിച്വൽ ഫ്രീഡം തന്നു, സാമ്പത്തിക കാര്യങ്ങൾ തന്നു. അതുകൊണ്ട് എനിക്ക് സുവിശേഷ വേല ചെയ്യുവാനായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം തന്നു. ബോയ്സ് ആയിരുന്നുകൊണ്ട് അതിൻ്റെയും കുറച്ചുള്ള എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആമ്പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. എനിവേ, അങ്ങനെ ഒത്തിരി കൂട്ടായ്മകൾ വന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല ഇവരെല്ലാം അങ്ങനെ പെന്തക്കോസ്റ്റിന്റെ അനുഭവത്തിൽ വന്നിട്ട് അവർ ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുമെന്നൊന്നും അറിയത്തില്ല. ഇവരൊക്കെ ഞാൻ അന്നത്തെ കാലത്ത് എന്നെ എടുത്തുപയോഗിച്ചു. ഇപ്പം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാം, അന്നത്തെ ഒരു 90% രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായി തീർന്നു. അതിൽ ഗോൾഡ് ഇടുന്നവരുണ്ട്,
ഇടാത്തവരുണ്ട്. അവർ ചിലരൊക്കെയും കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. ഇതൊക്കെ എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മളെ പറ്റിയുള്ള പർപ്പസ് ആൻഡ് പ്ലാന് പൂർണ്ണമായിട്ട് ഒരു ദിവസം ദൈവം വെളിപ്പെടുത്തി തന്നില്ലെങ്കിലും നമ്മൾ അപ്പന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ചെയ്യാൻ പറയുന്ന അങ്ങ് ചെയ്താൽ മതി. അതിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള കർത്താവ് എന്താ പറയണ്ട റിസോഴ്സസും ദൈവം തന്നാൽ അത് യൂട്ടിലൈസ് ചെയ്യണം. ഹല്ലേലൂയ. പിന്നെ സ്വന്തം സുഖം, സ്വന്തം സൗകര്യം, സ്വന്തം പ്ലാൻ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ മാറാൻ ഇടയായത് എൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വീട്ടിലെ ഹല്ലേലൂയ ജീവിതശൈലിയും ജീവിത പഠിപ്പീരുകൊണ്ടാണ്. എങ്കിലും എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും നിസ്വാർത്ഥനായിട്ട് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുക, വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുക. കർത്താവിൻ്റെ ദാസന്മാർ മാസങ്ങളോടെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കും, വിസ കൊടുക്കും, ടിക്കറ്റ് കൊടുക്കും. അവർക്ക് ഇവിടെ പിന്നെ ചർച്ചിൽ സ്ലോട്ട് എടുത്ത് അദ്ദേഹം തന്നെ സ്പോൺസർ ചെയ്ത് മീറ്റിങ്ങുകൾ നടത്തും. അങ്ങനെയൊക്കെ ചെയ്ത് എപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം എനിക്ക് ഭാര്യ എന്ന് പറഞ്ഞാൽ തക്ക തുണിയാകണം. ഹസ്ബൻഡിന് വേണ്ടി, ഒരു പുരുഷന് വേണ്ടി, ഒരു സ്ത്രീക്ക് വേണ്ടിയല്ല പുരുഷനെ ദൈവം സൃഷ്ടിച്ച്, ഒരു പുരുഷന് തക്ക തുണിയാകാനാ. അതുകൊണ്ട് അതിൻ്റെ എല്ലാം എൻ്റെ മമ്മിയിലും കണ്ടിട്ടുള്ളതുകൊണ്ട് സന്തോഷത്തോടെ ചെയ്ത് ഞാൻ എപ്പോഴും എന്താ പറയേണ്ടത്, എപ്പോഴും അവൈലബിൾ ആണ് എല്ലാവർക്കും വേണ്ടി. ഏത് കാര്യം ഏത് സമയത്ത് ചെയ്യണമെങ്കിലും. ഹല്ലേലൂയ. അങ്ങനെ ദൈവമാക്കിയത് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനും പ്രാപിക്കുവാനും കഴിയും. എന്നാൽ കർത്താവിൽ വളരാൻ ഇതൊന്നും, ഹല്ലേലൂയ, ദൈവം ഇതൊക്കെ നന്മയാക്കി തീർക്കുമെങ്കിൽ കർത്താവിൽ വളരണമെങ്കിൽ വചനത്തെ അതുപോലെ വചനത്തിൽ കൂടെ കടന്നു പോകണം. വചനത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന പോലെ കടന്നു പോകണം. കഷ്ടങ്ങള്, പ്രയാസങ്ങള്, വേദനകള്, ബുദ്ധിമുട്ടുകള്, അപമാനങ്ങള്, ദുഷികള്, അന്യായമായിട്ടുള്ള ഹല്ലേലൂയ പ്രശ്നങ്ങള് അന്യായമായിട്ടും വരും, നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത വിധത്തില്. അതിനിടയിലാണ് എനിക്ക് ക്യാൻസറിന്റെ വന്നത്. ഹല്ലേലൂയ. ക്യാൻസറിന് ദൈവം സൗഖ്യം തന്നു. അന്ന് 6 മാസത്തെ ആ ക്യാൻസറിന്റെ ടൈമില് എനിക്ക് അമലായിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് എടുത്തു. ഏതായി കീമോയുടെ. ബാക്കി ഇവിടെ ഒമാനിലും എടുത്തു. ഇപ്പൊ ഒമാനിൽ അനുവദിക്കത്തില്ലേ നമ്മൾ ഈ ഫോറിനേഴ്സിന്. ഹല്ലേലൂയ. അങ്ങനെ എടുത്തു. പിന്നീട് എൻ്റെ ലൈഫിലേക്ക് ദൈവം ആരോഗ്യ സൗഖ്യം തന്നു. ഈ സമയത്ത് ധാരാളം പേര് ഈ ബൈബിൾ ക്ലാസ് ഒക്കെ ഞാൻ എടുക്കുകയും എൻകറേജ് ചെയ്തവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു, ദൈവദാസന്മാർ. അതുകൊണ്ട് ദൈവത്തിന്റെ ദയം ഉണ്ടായിരുന്നു. ദൈവത്തിന് എനിക്കൊരു ബോണസ് ലൈഫ് തന്ന് നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം 2 വയസ്സില്ല ഞാൻ ഡിഫ്തീരിയ വന്ന് മരിച്ചതായിരുന്നു. ഞാനത് പറഞ്ഞില്ലല്ലോ. 2 വയസ്സിൽ എൻ്റെ ഗ്രാൻഡ് മദറിന് അഭിഷേകത്തിന്റെ ശക്തിയിൽ എൻ്റെ അമ്മച്ചി എന്നെ കൊണ്ടുപോയി മുറിക്കകത്ത് സാക്ഷിയായിട്ട് കിടത്തിയിട്ട് പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞിനെ, അതാണ് മമ്മി 10 വർഷം കഴിഞ്ഞ് എൻ്റെ മമ്മി ഉണ്ടായത്. അതുകൊണ്ട് ഇനി ഈ കുഞ്ഞിനെ, അവർക്ക് ആദ്യത്തെ കുഞ്ഞ പ്രഷ്യസ് ആണ്. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ തരണം. ഇല്ല എങ്കിൽ എൻ്റെ ജീവനെ ഹല്ലേലൂയ എടുക്കണമെന്ന് പറഞ്ഞു. ഹിസ്കിയ രാജാവിന്റെ ആയുസ് നീട്ടിക്കൊടുത്ത പോലെ അങ്ങനെ പറഞ്ഞുകൊണ്ടാ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ ആ ബ്രത്ത് എന്നിലേക്ക് വരുവാനോ അമ്മച്ചി ജീവനുള്ളവളായിട്ട് എന്നെ വെളിയിലേക്ക് കൊണ്ടുവന്നുള്ള വലിയൊരു ഹല്ലേലൂയ സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മാതാവിന്റെ ഗ്രാൻഡ് മദറിനെ മദർ ഓഫ് ഫെയ്ത്ത്, ഒരു ഫെയ്ത്തിന്റെ ലൈഫ്. എൻ്റെ മദർ ഓഫ് പ്രേയറാണ്. പ്രാർത്ഥനയും കണ്ണുനീരും ഉപവാസവും. വല്യമ്മച്ചി ഫെയ്ത്ത് ലൈഫ്. വാക്കുകളൊന്നും തെറ്റിക്കത്തുള്ളൂ. ഒന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതുകൊണ്ട് ഇത് രണ്ടും എനിക്ക് ഉപകാരമായിരുന്നു. ഇവിടെ ഓർത്തഡോക്സിലുള്ള എൻ്റെ ഗ്രാൻഡ് മദറും മാർത്തോമയിലുള്ള എൻ്റെ അമ്മച്ചി. പ്രിയമുള്ളവരെ, ഈ വചനം കയ്യിലുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അതാ പറയുന്നത്, ഈ വചനം എന്ന് പറയുന്നത് ദൈവമാ വചനം. ഈ വചനം നമ്മളോട് സംസാരിച്ചാൽ ഒരു സഭയിലേക്ക് അല്ല പെന്തിക്കോസിലോട്ട് ഓടിപ്പോടണ്ട നമ്മുടെ ആത്മീയ ജീവിതം നന്നാകാൻ. ഇത് നമ്മൾ അനുസരിച്ചാൽ മതി. പക്ഷേ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും അഭിഷേകം പ്രാപിച്ച് വേർപെട്ട ജനത്തോട് വിശുദ്ധന്മാരോട് ചേർന്ന് ആരാധിച്ച് നിത്യതയിലേക്ക് ദർശനം പ്രാപിച്ചു പോകണമെങ്കിൽ നമുക്ക് വിശുദ്ധ സഭയിലേക്ക് ഹല്ലേലൂയ അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, ഉപദേഷ്ടാക്കന്മാര് ഹല്ലേലൂയ ഒക്കെയുള്ള സഭകളിൽ പോയി അവരുടെ ശുശ്രൂഷ അനുഭവിച്ച് നമ്മൾ കൂട്ടായ്മ ആചരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും എൻ്റെ സാക്ഷ്യത്തോടുകൂടി പറഞ്ഞ് 2 കുഞ്ഞുങ്ങളുണ്ടായി. അവർ രക്ഷിക്കപ്പെട്ടു. മൂത്ത മകൻ മാത്രമേ ഉള്ളൂ. സുവിശേഷ വേലയുമായിട്ടുള്ള ബന്ധപ്പെട്ടില്ല, അങ്ങോട്ട് പോകണം. അപ്പച്ചൻ അങ്ങനെയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അനിയനും അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാസ്റ്റേഴ്സ് കഴിഞ്ഞ് യൂത്ത് മോളിൽ പഠിച്ചിട്ട് അവനെ കാശ്മീരിൽ പോയി. ഇപ്പോൾ അവർ MP-യിലുണ്ട്. 2 പേരും അവിടെ ഇവാഞ്ചലിസ്റ്റ് സഭയുടെ ഇതിലാണെങ്കിലും അവരവിടെ സ്കൂളുകൾ, മിഷൻ സ്കൂളുകളൊക്കെ നടത്തി അവരവിടെ ഹല്ലേലൂയ വേല ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും കർത്താവിന്റെ വേല അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും അനുസരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകനും പോയി. മകൻ ഈ അനുഭവത്തിൽ വളർന്നത് കൊണ്ട് അവനെ ദൈവം അയച്ചത് പിന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ബ്രിട്ടീഷേഴ്സിന്റെ സീനിയർ പാസ്റ്ററാണ്. ആ പാസ്റ്റർ എന്ന് മാത്രം നിലയിലല്ല, നമ്മൾക്ക് മുമ്പേ ദൈവദാസൻ പറഞ്ഞ പോലെ ദേഹം, ദേഹി, ആത്മാവുണ്ട്. 3 നമ്മൾ ഈ ഭൂമിയിൽ പ്രയോജനപ്പെടുത്തണം. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെടുമോ. നമ്മളോട് പ്രാർത്ഥിച്ചതിന്റെ കണക്കല്ല നോക്കുന്നത്, ആത്മാക്കളെ മാത്രം നമ്മൾ നേടിയതിന്റെ കണക്കല്ല നോക്കുന്നത്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു സൗരഭ്യവാസനയാകണം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും നമുക്ക് അറോമ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം. അപ്പൊ മകനും അങ്ങനെയുള്ള ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ ഏരിയ ഒരു സിറ്റിസൺ എന്ന നിലയിൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ദൈവം കൊടുത്തു. അതനുസരിച്ച് സഭയുടെ പാസ്റ്ററാണ്. ആ ദേശത്തിന്റെ ഒത്തിരി ദൈവദാസന്മാരുള്ള കൂട്ടായ്മയുടെ ഒരു പ്രത്യേക ഹല്ലേലൂയ ശുശ്രൂഷ അതിന്റെ രീതിയിൽ നടത്തുന്നതാണ് ദൈവദാസന്മാരുടെ.
ബാൺസ്ലി എന്ന് പറയുന്ന സ്ഥലത്തെ ഹാലലിയ ഫുട്ബോൾ വലിയ ഫേമസ് ആണല്ലോ. അവിടെ ഫുട്ബോൾ കളിക്കാരൻ 35,000-40,000 പേര് വരുന്നത്. അതിന്റെ ചാപ്ലൈനാണ്. അത് മാത്രമല്ല അവിടുത്തെ ഒരു ബ്രിട്ടീഷ് സ്കൂളിന്റെ തന്നെ ഒരു അഡ്വൈസറുമാണ്. ഇതൊക്കെ ദൈവം കാലാകാലങ്ങളിൽ തന്നോട്, ഞങ്ങൾ അങ്ങോട്ട് പോയി ഒന്നും ആരുടെയും ഇടിച്ചു കയറുവോ അങ്ങനെ എന്റെ ഹസ്ബൻഡ് അങ്ങനെ ഇതില്ലാത്തതുകൊണ്ട് ഇവിടെ ആർക്കും അങ്ങനെ ഒരു പരിപാടിയില്ല. ദൈവ നിയോഗം പ്രാപിച്ച് ദൈവത്താലാണെന്ന് പൂർണ്ണ ബോധ്യം വന്ന് എല്ലാവരും അക്സെപ്റ്റബിൾ ആകുമ്പോൾ അവിടെ കൈ കൊടുക്കത്തുള്ളൂ. അങ്ങനെ അവിടെ ആയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കണമേ, ഞാൻ പറഞ്ഞു വരുമ്പോൾ അത് പറയാം. അനേക കഷ്ടങ്ങളെ നമ്മൾ തരണം ചെയ്യണം. ഹാലലുയ്യ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നതിൽ ലക്ഷിക്കല്ല. ഹാലലുയ്യ. അനേക കഷ്ടങ്ങൾ അല്ലാതെ പ്രാർത്ഥിച്ച ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാമെന്ന് ആരും ചിന്തിക്കല്ല. വിശുദ്ധന്മാർക്ക് ഹാലലുയ്യ അങ്ങനെ ഒരു വഴിയില്ല. ഇത് ഇടുക്കവും ഞെരുക്കമുള്ള ഒരു പാതയാണ്. ഇതിൽ കൂടെ പോകണമെങ്കിൽ അനേക ദുർഘടങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യണം. എങ്ങനെ? സ്വന്തം കഴിവുണ്ടോ പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടോ പറ്റത്തില്ല. വിശുദ്ധ ജീവിതം കൊണ്ട് മാത്രം പറ്റത്തില്ല. വചനത്താലും പരിശുദ്ധാത്മാവിനാലും യേശുവിന്റെ രക്തത്താലും നമ്മൾ ഓവർകം ചെയ്യുന്നു. എങ്ങനെ ജയിച്ചെന്നുള്ളത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്ന പ്രിയമുള്ളവരെ, ഒന്നുകൂടെ ഞാൻ ധൈര്യപ്പെടുത്തപ്പെട്ടെ, നിങ്ങൾ ഈ 66 പുസ്തകം കിട്ടുന്ന സമയമെല്ലാം വായിച്ച് നിങ്ങളുടെ ടാബ്ലറ്റ്സ് ഓഫ് ഹാർട്ടിൽ ഈ വചനം എഴുതിയിടണം. ഈ വചനം എഴുതിയിട്ടാൽ നിങ്ങൾക്ക് എപ്പോഴും പ്രവാചകന്മാർ ശുശ്രൂഷയ്ക്ക് വന്നില്ലേലും ഇത് മതി. എങ്ങനെയാണെന്ന് അറിയാമോ? എനിക്ക് ആ ക്യാൻസർ കഴിഞ്ഞുകൊണ്ട് ചേട്ടത്തി പറഞ്ഞു, മോളെ നിനക്ക് ഇനിയും വേണ്ടിയത് ആദ്യത്തെ സമയം 96, പിന്നെ എനിക്ക് വന്നത് ഞാൻ പറയാം, നിനക്ക് കീമോ തരാൻ പോണെന്ന്. എനിക്ക് കീമോ എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ പപ്പായ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് 3 തവണ കഴിഞ്ഞിട്ടുണ്ട്. 70 വയസ്സ് വരെ ജീവിച്ചു. ഒരിക്കലും കീമോ ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന് വേലൂരാണ് ചെയ്തത്, രണ്ടാമത് കോട്ടയം മെഡിക്കൽ കോളേജും പിന്നെ ട്രിവാൻഡ്രം. ആരും ഒന്നും കീമോ ചെയ്യുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കീമോ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അങ്ങനെ കീമോ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു തന്നു, ചിലപ്പോൾ മോളെ നിന്റെ മുടിയൊക്കെ പൊഴിഞ്ഞു പോകുന്നു, ഇച്ചിരൂടെ ക്ഷീണിക്കും, ഇച്ചിരി കാർത്തന്നിരിക്കും, സാരമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. എൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല, എനിക്ക് ഭയങ്കര ടോളാണ്, ഞാൻ ഫൈനായില്ല. എവിടെ പോയാലും തിരിഞ്ഞാലും മറിഞ്ഞാലും ആളുകൾ എന്നെ കാണും. അപ്പം അയ്യോ ഇവർ കോല് പോലെ മുടിയുമില്ല, കാർത്ത, ഇവർ ശരിക്കും ഈ പാപം ചെയ്തുകൊണ്ടാണ് ഈ ക്യാൻസർ വന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഞങ്ങളാണെങ്കിൽ ഒരു ജംഗ്ഷൻ, അതായത് ഈ യൂണിയൻകാരൊക്കെ ഇരിക്കുന്നതിന്റെ താഴെയുള്ള കേശവാസത്തെ കോളനിയാണ്. എപ്പോഴും അവർ ഞങ്ങളെ വാച്ച് ചെയ്യും. ഞങ്ങൾ ചെല്ലുമ്പോൾ പാവ്യതയോടെ എണ്ണീക്കുകയോ അവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന മുണ്ടൊക്കെ ഒന്ന് അഴിച്ച് ഇങ്ങനെ ഇതൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് ഈ അസുഖം വന്നപ്പോൾ അവരെല്ലാം ശ്രദ്ധിച്ചു. കാരണം വേദപുസ്തകം കൊണ്ടും കൂട്ടായ്മയ്ക്കൊക്കെ പോകുന്ന ആളാണ്. അപ്പൊ എന്തെല്ലാം പറയാം, മനുഷ്യർക്ക് എന്ത് ചിന്തയും വരാമല്ലോ. അപ്പൊ എന്നെ ഇങ്ങനെ പറയിപ്പിക്കണോ കർത്താവിൽ നിന്നൊരു ഭാരം വന്നപ്പോൾ എൻ്റെ ചെവിയിൽ പെട്ടെന്ന് ഒരാൾ എന്നോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഞാൻ വായിച്ച് ഗ്രഹിച്ച് എൻ്റെ ഹൃദയത്തിൽ കിടന്ന വചനം, മകളെ നിന്റെ തലയിലെ ഒരു തലമുടിയിലെപ്പോഴും ഞാൻ അറിയാതെ പൊഴിഞ്ഞു പോകുകയില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വസിക്കുക, എൻ്റെ മുടിയൊന്നും പൊഴിഞ്ഞില്ല, അധികം കുറച്ച് മുടിയേ ഉള്ളൂ. പിന്നെ നമ്മൾ കുളിക്കാൻ സാഹചര്യങ്ങൾ വെള്ളം മാറുമ്പോഴൊക്കെ ചെറിയ മുടി പൊഴിയുമല്ലോ, അത്രയേ ഉള്ളൂ. അങ്ങനെ എന്നെ ദൈവം സഹായിച്ചു. എനിക്ക് ആരോഗ്യം തന്നു, എനിക്ക് ബലം തന്നു, എന്നെ റെസ്റ്റോർ ചെയ്തു. എനിക്ക് ഒരിക്കൽ പോലും ക്യാൻസർ ഒന്നും തോന്നാത്ത വിധത്തിലുള്ള ആരോഗ്യം തന്നു. അന്നേരം ഓർക്കണം, അർഹിക്കാത്ത നന്മകൾ തരുന്ന എന്തിനാ? പിന്നെ അടിച്ചുപൊളിച്ച് ജീവിക്കാനൊന്നുമില്ല, സമർപ്പണത്തോടെ കൂടുതൽ നമ്മൾ ദൈവത്തോട് ഹാലേലൂയ ഒബ്ലൈജ്ഡ് ആണ്. ഇനിയും കർത്താവേ നിന്റെ ഹിതം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അറിഞ്ഞപ്പോഴാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ദൈവീയ വിഷയങ്ങളിൽ പ്രവേശിക്കാനിടയായി. ഇവിടെ PNG സഭയുടെ ഒരു ചർച്ചിന്റെ ഒരു ബ്രാഞ്ച് ഇവിടെ തുടങ്ങുവാൻ അങ്കിളിൽ കൂടെ കർത്താവ് ഇടയാക്കി. സലാലായിൽ ഒരെണ്ണമുണ്ട്. അങ്ങനെ ക്രമമായിട്ട് അതിനകത്തുകളും വരാനിടയായി. അതിനകത്തും ഒത്തിരി പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. കാരണം ഒത്തിരി വിസിറ്റിംഗ് പാസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് അങ്കിൾ ഏതെങ്കിലും രാജ്യത്തായിരിക്കും, ഷെല്ലിൽ നിന്ന് അവർ ട്രെയിനിങ്ങിന് പല രാജ്യങ്ങളിൽ ഓരോ കാര്യങ്ങൾക്ക് പോകും. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ചിന്തകളെ, അവരുടേതായിട്ടുള്ള അങ്ങനെ ഒത്തിരി തവണ സഭയ്ക്ക് കേടുകൾ വരുവാനിടയായി, പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഉണ്ടായി. അതിനകത്തപ്പം പിന്നെ സംസാരിക്കുന്ന ചിലപ്പോൾ ഞാനായിരിക്കും സംസാരിക്കുന്ന, പ്രായമൊന്നും അവരന്നേരം നോക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ, കർത്താവ് ഒത്തിരി പ്രയാസങ്ങളിൽ കൂടെയും ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നുവെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ എനിവേ അവിടെ എല്ലാം ദൈവം താങ്ങി. പിന്നെ എനിക്ക് 2018 ഇത് വന്നു. കാരണം 10-21 വർഷം കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ മാറുന്നു. എൻ്റെ ഭക്ഷണ കാര്യങ്ങൾ, ഇതിനകത്ത് ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്, ജീവിതശൈലി എല്ലാം നമ്മൾ സൂക്ഷിക്കണം. കാരണം പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മുടേത്. ഇതിനെ നമ്മൾ അലക്ഷ്യമാക്കരുത്. ഇതിനെ നമ്മൾ സൂക്ഷിക്കണം. പ്രാർത്ഥിച്ചാൽ പോരാ. ഹല്ലേലൂയ. അലഞ്ഞു തിരിഞ്ഞ് വേല ചെയ്തിട്ട് വന്നിട്ട് രോഗങ്ങൾ വന്നാൽ അത് ദൈവത്തിന്റെ കുഴപ്പമൊന്നുമല്ല. അത് ചിലരുടെ വിചാരമുണ്ട് ദൈവത്തെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് എനിക്കെല്ലാം നന്മയാണ്. അങ്ങനെയല്ല. നമ്മളെ ദൈവത്തിന്റെ ഇമേജില്, ദൈവത്തിന്റെ ആത്മാവില്, നമ്മളെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തെ പോലെ ചില കാര്യങ്ങൾ ചെയ്തിരിക്കണം. നമ്മൾ ദൈവത്തോട് ചേർന്ന് ചെയ്തിരിക്കണം. നമുക്കുള്ള അധികാരം തന്നിട്ടുണ്ട്. യോശുവയ്ക്ക് പറയാം, സൂര്യാ നീ അയോലിന്, ചന്ദ്രാ നീ താഴ്വര അവിടെ നിൽക്കാൻ പറയാനുള്ള അധികാരം കൊടുത്ത പോലെ
പോലെ നമ്മുടെ ജീവിതത്തിൽ അവന്റെ ആത്മാവിനാൽ അവന്റെ ആ സ്വരൂപത്തെ സൃഷ്ടിച്ച മക്കളായിട്ട് അവകാശികളായിട്ട് ദാസ്യത്തിന്റെ ആത്മാവല്ല, ഹാലേലൂയ, പുത്രത്വത്തിന്റെ ആത്മാവാണ്, ഭീരുത്വത്തിന്റെ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത് നമ്മൾക്കും. ഹാലേലൂയ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ സമയത്ത് കർത്താവിന്റെ ആത്മാവിൽ പുത്രനായിട്ട് ആ പുത്രത്വത്തിന്റെ ആത്മാവ് നമുക്ക് പ്രവർത്തിക്കുവാനാണ്. മോശ ചെങ്കടലിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പം ഹാലേലൂയ യഹോവയോട് നിലവിളിച്ചപ്പം ഇങ്ങനെ പറഞ്ഞില്ലേ, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? ആ ഭാഗം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതാ. നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? ദൈവത്തോടല്ലേ നിലവിളിക്കണം. നിനക്ക് അധികാരം ഓൾറെഡി തന്നിട്ടുണ്ട്. നിന്റെ വടിയെ ഞാൻ പലതവണ ട്രെയിനിങ്ങിൽ നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അവിടെ വെച്ച് എന്നോട് നീ നിന്റെ കാര്യം ചെയ്യുക, നിനക്ക് അധികാരമുണ്ട്. അല്ല, വടി നീട്ടി എളുപ്പം അന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിനും എല്ലായിടത്തും കയറി ഇടപെടാൻ പറ്റില്ല, എല്ലായിടത്തും ഇല്ല. ദൈവ നിയോഗങ്ങൾ ലഭിക്കുന്നവർക്ക് അതിനകത്ത് ആണെന്നും പെണ്ണെന്നുമില്ല. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കൽപ്പിക്കാം നമുക്ക്, ഹാലേലൂയ, ആണെന്നും വേണമെന്നുമില്ല. ദൈവീയ ശുശ്രൂഷയ്ക്കകത്ത് ആണെന്നും വേണമെന്നുമില്ല. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വചനം പഠിച്ചാലും സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതെല്ലാം അതിനകത്ത് എഴുതി അതിൻ്റെതായിട്ടുള്ള ക്രമത്തിൽ തന്നെ ദൈവം നമ്മളെ അംഗീകരിക്കത്തുള്ളൂ. ഹാലേലൂയ. അങ്ങനെ കൽപ്പിക്കാൻ, ഹാലേലൂയ, ദൈവം കൽപ്പിക്കുന്നിടത്ത് നമുക്ക് കൽപ്പിക്കാൻ പറയുള്ളൂ. ഹാലേലൂയ. ഇങ്ങനെ ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ സാക്ഷ്യമായി പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനെ സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം അറിയണം. എന്നെ സൃഷ്ടിച്ച എന്താണെന്ന് അറിയണം. ഹാലേലൂയ. എനിക്ക് എല്ലാവരും പ്രാർത്ഥിച്ചും കരഞ്ഞും ഉപവസിച്ചും ഒക്കെ ജീവിക്കുന്നവരാ. ഹാലേലൂയ. അവരുടെ ഉദ്ദേശം ഞാൻ പലപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ നല്ല സുഖമായിട്ട് ജീവിക്കണം, നല്ല സമാധാനം ഉണ്ടാകണം, രോഗങ്ങളൊന്നും ഉണ്ടാകരുത്, കുഞ്ഞുങ്ങളൊക്കെ നല്ലവരായിരിക്കണം, നല്ല പഠിത്തം ഉണ്ടാകണം, നല്ല എന്താ പറയണ്ടേ, നല്ല ഐശ്വര്യമായ ജീവിതം. പ്രിയമുള്ളവരെ, അതിനല്ല നമ്മളെ, അത് നമുക്ക് ദൈവം തരും. കാരണം സീക്ക് ye first the kingdom of God and everything shall be added unto it. അതിനോട് ചേർന്ന് 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 വേണ്ടത് തരും. അപ്പുറത്തുള്ളവനുള്ളതോ സഹോദരനുള്ളതോ ആഗ്രഹിക്കുന്നതോ തരാനല്ല, ചേർന്ന് ചേർന്ന് നമുക്ക് വേണ്ടതെല്ലാം തരും. അതുകൊണ്ട് ഇത്രയും വർഷം ഇവിടെ ജീവിച്ചിട്ട് ഞാൻ പറയാം നിങ്ങളോട്, ഹാലേലൂയ, എനിക്ക് ഒത്തിരി രാജ്യങ്ങളിൽ പോകുന്നതുകൊണ്ട് അറിയാം. ഹാലേലൂയ, പ്രതാപം എന്ന് പറയുന്നത്, സമ്പത്തെന്ന് പറയുന്നത്, ഈ ഐശ്വര്യവും സമ്പത്തും ഒക്കെ വേണ്ടത് ദൈവം തരും, അല്ലെ, കൃപയും ഹാലേലൂയ ഒക്കെ. പക്ഷെ അതിനായിട്ട് നമ്മൾ ആഗ്രഹിക്കരുത്. കൂട്ടിവെച്ച് ഹാലേലൂയ, ദൈവജനത്തിന്റെ വിശുദ്ധന്മാരുടെ കണ്ണുനീര് നമുക്കുണ്ടാകരുത്. നമ്മൾക്ക് ദൈവം തരും. ഇപ്പൊ ഒരു വലിയ വീട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പാസ്റ്ററോടും പറഞ്ഞു, ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ആരോഗ്യമുള്ള ശുശ്രൂഷ, ആ റൂമിൽ ശരിയാക്കുക, ദൈവദാസന്മാരെ താമസിപ്പിക്കുക, അവരുടെ കാലുകളെ കഴുകുക, അങ്ങനെയൊക്കെ ഒത്തിരി വിഷയങ്ങൾ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിനക്ക് ഇത് തന്നിരിക്കുന്നത് എന്നുള്ള ഉദ്ദേശം വെളിപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഹാലേലൂയ ഇത് വേണ്ട ഷോയ്ക്കായിട്ട് തീരുന്നില്ല. ഹാലേലൂയ, മനസ്സിലായോ? നമുക്ക് സമ്പത്ത് തന്നാലും, ഹാലേലൂയ, നമുക്ക് സൗന്ദര്യം തന്നാലും, നമുക്ക് ആരോഗ്യം തന്നാലും, നമുക്ക് വിദ്യാഭ്യാസം തന്നാലും എല്ലാം നമ്മളോട് കണക്ക് ചോദിച്ചു. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കും. നമ്മളോട് കണക്ക് ചെയ്യുക. അക്കൗണ്ടബിളാണ് നമ്മൾ എല്ലാത്തിനും, സകലത്തിനും അക്കൗണ്ടബിളാണ്. നമുക്ക് തന്ന റിസോഴ്സസിന് നമുക്ക് അക്കൗണ്ടബിളാണ്. ഹാലേലൂയ. നമുക്ക് തന്നിരിക്കുന്ന എല്ലാറ്റിനും, സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ദൈവം കണക്ക് ചോദിക്കുമ്പോൾ ഹാലേ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഹാലേലൂയ. ഇതൊക്കെ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് നേരത്തെ ചിന്തിച്ചല്ല, കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ സംസാരിച്ച് എന്നിൽ കൂടെ സംസാരിക്കുവാന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആമേൻ. അതുകൊണ്ട് നമ്മളെ സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ പർപ്പസ് നമ്മൾ അറിയണം. എവിടെ ജനിക്കണം, ഏത് പേരൻസിന്റെ മക്കളായിട്ട് ജനിക്കണം, ഏത് സാഹചര്യങ്ങളോ ജീവിക്കണം, ഏത് പഠിക്കണം, എങ്ങനെ വരണം, വിവാഹം വരെ ദൈവം നിയമിക്കുന്നത് ലഭിക്കണം. ഈ പെർമിസീവ് വില്ലും പെർഫെക്റ്റ് വില്ലും. പെർഫെക്റ്റ് വില്ലിലുള്ള കല്യാണങ്ങളാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ചില ദൈവത്തിന്റെ ഉദ്ദേശങ്ങളാണ്. പെർമിസീവ് വില്ലിലുള്ളതും ദൈവം അനുഗ്രഹിക്കും. പക്ഷേ അതിനകത്തുള്ളത് വ്യത്യസ്തതയുണ്ട്. അത് ഞാൻ ഈ പഠിച്ചിട്ടായി പറയുന്നത് കേട്ടോ. പല കാര്യങ്ങളും പല വിവാഹത്തെ പറ്റി പഠിച്ചിട്ടായി പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനും ദാസിയും ഹാലേലൂയ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ബലത്തോടെ നിത്യത വരെ കാക്കണേ നിങ്ങളുടെ ശുശ്രൂഷ നയിക്കുന്നവരെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം നിങ്ങളെ അങ്ങനെ ദൈവം ചേർത്ത്. ഹല്ലേലൂയ. ഞങ്ങൾക്കും അങ്ങനെ ഒരു കോളിങ്. ഹാലേലൂയ. എനിവേ, ഹാലേലൂയ. അതുകൊണ്ട് അർഹിക്കാത്ത കോളിങ്. എനിക്ക് 73 വയസ്സിന്റെ ഹസ്ബൻഡ് ഇപ്പോൾ 80 ആയി. ഹാലേലൂയ. പലരും ഞങ്ങളെപ്പോഴുള്ളവർ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. ക്യാൻസർ 2ാമത് വന്ന ആളാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഒരു അസുഖം വന്നെന്ന് പോലും തോന്നിയിട്ടില്ല. ഹാലേലൂയ. എനിക്ക് ഏത് സമയത്ത്, ഏത് സാഹചര്യത്തിൽ, ഏത് രാജ്യത്ത് പോയാലും ഏത് ഫുഡും കഴിക്കാൻ പറ്റും. ഹാലേലൂയ. ചിലർക്കുണ്ടല്ലോ പ്രായത്തിൽ ഇന്ന ഫുഡേ ഇന്ന, അങ്ങനെയല്ല, ഏത് ഫുഡും എനിക്ക് ഹാലേലൂയ ബ്ലാൻഡ് ഫുഡ് തന്നാൽ എന്തും കഴിക്കാം. എനിക്ക് സ്വോത്രം പറഞ്ഞ് കഴിച്ചാൽ അത് നല്ല രുചി. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. ഹാലേലൂയ. ഇതുവരെ ഇത് ദൈവം, ഞാൻ പറഞ്ഞു, ഈ ദൈവത്തിൽ വിശ്വസ്തയോടെ 100% ആകുന്നില്ല. ഞാൻ എത്ര നോക്കിയിട്ടും ആകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വിശുദ്ധൻ അവനെ തന്നെ ഇരിക്കട്ടെ ഹാലേലൂയ കർത്താവ് പറയുന്നത്. എത്ര നോക്കിയിട്ടും എനിക്ക് പറ്റുന്നില്ല. ഹാലേലൂയ. ഒരു ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് ചിന്തിക്കുമ്പോൾ പല കുഴപ്പങ്ങൾ. ഈ പാപം എന്ന് പറയുന്നത് ഒമിഷനും കമ്മീഷനാണ്. ഹാലേലൂയ. പാപം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാത്തതും ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യുന്നു ആ പാപം.
അല്ലാതെ 10 കൽപ്പന മാത്രമല്ലല്ലോ. അതുകൊണ്ടാണ് ഒരു ദിവസം കൂടെ എനിക്ക് ആയുസ് തന്നെന്ന് തോന്നുന്നു. പിന്നെയും ശുദ്ധീകരണത്തിന്, പിന്നെയും ക്രമീകരണത്തിന്, അങ്ങനെ ജീവിക്കുന്നത്. ജീവിക്കുന്നത്. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടില്ല എങ്കിലും കർത്താവ് ഹല്ലേലൂയ എന്നെ നിർത്തിയിരിക്കുന്നത് വലിയ ഹല്ലേലൂയ കഷ്ടതയുടെയും പ്രതികൂലത്തിന്റെയും ഒക്കെ നടുവിലാന്ന് പറഞ്ഞാൽ എനിക്കൊരു നല്ല ഉറപ്പുണ്ട്. ഹല്ലേലൂയ എന്നെ അർഹിക്കാത്ത ആയുസ് തന്ന് നിർത്തിയിരിക്കുന്ന അവന്റെ വേല തേക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചേരും. വല്ല കർത്താവിന്റെ വരവാകണം. അപ്പൊ ഇത് രണ്ടും ഞാൻ പ്രതീക്ഷിക്കണം. കർത്താവിന്റെ വരവിനായിട്ട് ഞാൻ ഒരുങ്ങണം, വേല വിശ്വസ്തയോടെ തേക്കുകയും വേണം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെ പറ്റി പ്രത്യേക ഹല്ലേലൂയ പ്ലാനും പദ്ധതിയുണ്ട്. നമ്മൾ യുണീക്കാണ്, നമ്മുടെ മേലൊരു യുണീക്ക് പർപ്പസ് ഉണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. അത് നമ്മൾ നിവർത്തിച്ചാലേ പറ്റൂ, വേറൊരാൾക്ക് പറ്റിയില്ല. ആമേൻ. ഒരു കാലഘട്ടത്തിൽ ഒരു പറ്റില്ല. എന്നെപ്പോലെ ഇന്ന് ജനിച്ചിട്ടുള്ള ഹല്ലേലൂയ എത്രയോ ആയിരം വർഷങ്ങൾ കഴിഞ്ഞ് ഇതുവരെ എന്നെ പോലെ ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല. അത് സ്പിരിച്വൽ ഒഡാസിറ്റി, അത് അഹങ്കാരമല്ല. ആമേൻ, ആമേൻ. അത് ദൈവം എന്നെ നിയമിച്ച് അർഹിക്കാത്ത ആയുസ് തന്നു, അനുഭവങ്ങൾ തന്നു, റിസോഴ്സസ് തന്നു, കുടുംബജീവൻ തന്നു. ഇതെല്ലാം തന്നത് എന്നെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ഈ ഭൂമിയെ നിവർത്തിച്ചിട്ട് പോകാനായിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശ്രേഷ്ഠ ദൈവദാസന്മാരെ, ദൈവമക്കളെ, ദൈവദാസികളെ, വേല ചെയ്യുന്നവരെ എല്ലാവരും ഇതിനകത്തുണ്ടല്ലോ. അവരോടെല്ലാം ഞാൻ പറയുകയാണ്, നിങ്ങളുടെ പൂർണ്ണതയുള്ള ദൈവഹിതം അറിഞ്ഞ് നിങ്ങളെ തന്നെ നിങ്ങളുടെ ശുശ്രൂഷയിലും ജീവിതത്തിലും നിങ്ങൾ സമർപ്പിക്കുക. കർത്താവ് നിങ്ങളെ കൂടെ വലിയ വിജയം. അപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഏത് കാലഘട്ടത്തിൽ ജനിക്കണമെന്നുണ്ട്. നമ്മൾ വിവാഹം, കുഞ്ഞുങ്ങളെ സകലം ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട് വരുമ്പോൾ എല്ലാത്തിനും നമ്മൾ ഒബ്ലൈസ്ഡ് ആ ദൈവത്തോട്. എല്ലാ കാര്യങ്ങൾക്കും ഒബ്ലൈസ്ഡ്. എല്ലാ കാര്യത്തിനും ദൈവഹിതം നമ്മൾ അറിയുവാൻ താല്പര്യപ്പെടണം. നമ്മുടെ ദൈവം ആരാണ്? അവൻ ഓംനി പ്രൊഫറ്റൻ, ഓംനീഷ്യൻ, ഓംനിസൻ, സർവശക്തനും സർവ്വവ്യാപി സർവജ്ഞാനിയുമായ ദൈവമാണ്. ഈ ദൈവം എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാ, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ലോകം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാലോ, ഞാൻ വചനത്തിന്റെ ഓരോ റെഫറൻസ് എടുക്കാൻ പോയാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ വിസിബിൾ വേൾഡ് ജെനിസിസ് 1-2 ഉണ്ട്, ഇൻവിസിബിൾ വേൾഡ് കൊലോഷ്യൻസ് 1-16 ഉണ്ട്. എന്നാൽ ഈ രണ്ടിനകത്തും ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും. ഹൗ ഡസ് ക്രിയേഷൻ റെസ്പോണ്ട് ടു ഹിസ് ക്രിയേറ്റർ? അപ്പൊ സൃഷ്ടിച്ച ദൈവം ഹല്ലേലൂയ എങ്ങനെയാണ് ഹല്ലേലൂയ ഈ ക്രിയേഷനെ, അത് നമ്മൾ പഠിക്കണം. നേച്ചർ റെസ്പോൺസ് വിത്ത് അബ്സല്യൂട്ട് ഒബീഡിയൻസ്. ഹല്ലേലൂയ. നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാനിത് പഠിച്ചത് മനസ്സിലാക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. എങ്ങനെയാണെന്നറിയാം? ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് ഒബേ. റെഫറൻസ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയുന്നില്ല. സൺ ആൻഡ് മൂൺ ആൻഡ് സ്റ്റാർസ് ഒബേ, ഹെവൻ ആൻഡ് എർത്ത് ഒബേ, വിൻഡ് ആൻഡ് വാട്ടർ ഒബേ, ആനിമൽസ് ഒബേ. ഇൻവിസിബിൾ വേൾഡിലാണെങ്കിൽ ഡിമോൺസ് ഒബേ. ഹല്ലേലൂയ. ഡെത്ത് ഒബേസ്, ഡെത്ത് ഒബേ ചെയ്യും ദൈവത്തെ, അല്ലേ? സേറ്റൻ ഒബേസ്. നമ്മൾ ദൈവത്തെ പോലെ, ദൈവത്തിന്റെ ആത്മാവിൽ, ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച നാം ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ കൃപകളെ വർണ്ണിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പർപ്പസിനകത്ത് നമ്മളെ സമർപ്പിക്കുന്നുണ്ടോ? അതോ നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഉദ്ദേശം, നമ്മുടെ താല്പര്യത്തിലാണോ നമ്മൾ പോകുന്നത്? ഇന്നൊന്ന് ചിന്തിക്കുക പ്രിയമുള്ളവരെ. ഹല്ലേലൂയ സ്തോത്രം. ദൈവകരങ്ങളെ നമ്മളെ താഴ്ത്താം. ഹല്ലേലൂയ സ്തോത്രം. ദൃശ്യമായ ലോകത്തെയും അദൃശ്യ ലോകത്തെയും സൃഷ്ടിച്ച ദൈവമാണ്. ദൈവത്തെ അനുസരിക്കുന്നതെന്ന് പറയുന്നത് കാറ്റുകൾ അവന്റെ ദൂതന്മാരാണ്. ഹല്ലേലൂയ. എല്ലാ സൃഷ്ടികളും ദൈവത്തെ അതാതിന്. ഇപ്പൊ നമ്മൾ സൂര്യനെ പറ്റി, സൂര്യൻ ഹല്ലേലൂയ അവന്റെ ഓട്ടം, ഹല്ലേലൂയ 19 സങ്കീർത്തനത്തില്ലേ, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശം എന്ന് പറയുന്ന അതിനകത്ത് അതിന് ആ ഓട്ടം പറയുന്ന സെറ്റ് ടൈമിൽ പോയി വരികയാണ്. ഹല്ലേലൂയത്തെ ഓരോ സൃഷ്ടികളും എല്ലാം ദൈവം പറയുന്ന അനുസരിക്കുകയാണ്. അത് സാത്താൻ അനുസരിക്കുന്നുണ്ട്, ഭൂതങ്ങൾ അനുസരിക്കുന്നുണ്ട്, മരണം ദൈവത്തെ അനുസരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും അനുസരിക്കും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ സ്വരൂപവും ദൈവത്തിന്റെ പുത്രന്മാരായിട്ട്, മക്കളായിട്ടുള്ള നമ്മൾ എത്രമാത്രം ദൈവത്തെ അനുസരിക്കുന്നു. ഇന്നത്തെ ഹല്ലേലൂയ സമയം, നിങ്ങൾ ഈ ഹല്ലേലൂയ സ്തോത്രം ഈ എപ്പിസോഡ് കാണുന്ന സമയം ഒന്ന് പരിശോധിക്കണം. വചനമാണ് നമ്മുടെ കണ്ണാടി. ഹല്ലേലൂയ. ഇതിനകത്ത് നോക്കിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഹല്ലേലൂയ. ഇതിനകത്ത് നോക്കി ഒരുങ്ങിയാൽ മാത്രമേ ഒരുക്കാൻ ശരിയാവൂ. നമ്മുടെ ആദർശങ്ങളോ നമ്മുടെ പഴയ കാലത്തെ എന്തെങ്കിലും വെച്ചൊന്നും ഒരുങ്ങാൻ പറ്റില്ല. എപ്പോഴും ഇതിനകത്ത് നോക്കി ഒരുങ്ങണം. അല്ലെ? അതിനാണ് ഇത് പഠിക്കുമ്പോൾ വചനം ഇങ്ങനെ ഹൃദയത്തിൽ കിടക്കും. നമുക്ക് ഭാരം വരുമ്പോൾ ആ ഒരു വചനം ഇങ്ങനെ വരും. അത് പരിശുദ്ധാത്മാവാണ്. അത് പ്രവാചകനെ പോലെ നമുക്ക് പറഞ്ഞു തരും, നമ്മളോട് ഇടപെടും. എനിക്ക് ഒത്തിരി നല്ല എൻ്റെ ജീവിതം മുഴുക്ക വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഉറക്കത്തിലെ പ്രയാസം ഉണ്ടായ സമയത്തില്ല, ഉറക്കത്തെയും ചാടി എണ്ണീറ്റ് വചനം വിളിച്ചു പറയും. വചനം വിളിച്ചു പറയും, എൻ്റെ അങ്കിൾ അവിടുന്ന് ചാടി എണ്ണീക്കും. എന്താ സംഭവിക്കുന്നത്? ഞാൻ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് ആ വചനത്തെ ഏറ്റെടുത്ത് ഒറ്റ ഉറക്കം പറഞ്ഞു. അങ്ങനെ ഒത്തിരി സന്ദർഭങ്ങൾ, എത്രയോ സന്ദർഭങ്ങൾ. വേറൊരാളല്ല വന്ന് എനിക്ക് ഉപദേശം തരും, നീ അങ്ങനെ ചെയ്യാ, നീ ഇങ്ങനെ ചെയ്യാ, നീ ഇങ്ങനെ പറയാം, അങ്ങനെയൊന്നുമല്ല.
അങ്കിൾ അധികം അങ്ങനെ സംസാരിക്കത്തുമില്ല, ഒന്നിനും അങ്ങനെ പറഞ്ഞു തരത്തില്ല അങ്ങനത്തെ കാര്യമൊന്നും. അപ്പോൾ എന്ത് ചെയ്യും? ദൈവം എന്നോട് സംസാരിക്കും. ഉറക്കത്തിൽ, ഊണിലും, പ്രശ്നങ്ങളുടെ നടുവിലും, കഷ്ട നടുവിലും, സുഖ സൗകര്യങ്ങളുടെ നടുവിൽ എവിടെയും സംസാരിക്കും എന്നോടൊരാൾ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ധൈര്യപ്പെടാം, ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ദൈവമാണ് നമ്മളോടുള്ളത്. അതുകൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടമായിരുന്നു ആദമും ഹവ്വയും പിതാവാൻ ദൈവം കൂടെ, അവര് 3 പേരും കൂടെ 3 വെളിച്ചങ്ങളാ. ഓർക്കണം, അന്ന് വെളിച്ചമായിരുന്നല്ലോ. ഹല്ലേലൂയ. തേജസ്സിലാറില്ലായിരുന്നു. പാപം ചെയ്തു കഴിഞ്ഞില്ല, തേജസ് പോയി. 2 വെളിച്ചങ്ങൾ ഇവിടെ നടുക്കൊരു വലിയ വെളിച്ചം ഇങ്ങനെ തോട്ടത്തിൽ കൂടെ പോകുന്ന ഇങ്ങനെ സാത്താൻ കാണുമ്പോൾ സാത്താന് ഭയങ്കര അസൂയ വന്നതായിരുന്നു. അവരെന്താണെന്നറിയാം, കൂൾ ഓഫ് ദ ഡേയിൽ, വെയിലാറുന്ന നേരം ഇവർ വന്ന് സംസാരിക്കുമായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കും. ഈ സംസാരം എന്ന് പറഞ്ഞാൽ, നീ ഇന്ന് എന്തെങ്കിലും കഴിച്ചോ, നീ എന്തുകൊടുത്തോ, അങ്ങനെയല്ല. ദൈവത്തിന്റെ പ്രമാണങ്ങളെ, ദൈവത്തിന്റെ ആലോചനകളെ, ദൈവത്തിന്റെ ന്യായം, ദൈവം ആരാണെന്ന് ആദാമിനും ഹവ്വയ്ക്കും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് യാഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഹല്ലേലൂയ. ദശാംശം കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് എവിടെ പഠിപ്പിച്ചതാ, നോക്കിയിട്ട് എങ്ങും കാണുന്നില്ല. എനിക്ക് മനസ്സിലായത്, ഹല്ലേലൂയ, ഈ അത്യുന്നതമായ ദൈവം ഇവരോട് ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ ചൊല്ലി കൊടുത്ത് ഹാബേലിന് അറിയാമായിരുന്നു എങ്ങനെയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ യാഗം കഴിക്കേണ്ടെന്ന്. ഹാബേലിനും കയ്യനും അറിയാമായിരുന്നു. കയ്യൻ ചെറിയൊരു തെറ്റ് പറ്റി. അങ്ങനെയൊക്കെ എല്ലാം അറിയാമെന്ന്. ഇതെല്ലാം ചൊല്ലിക്കൊടുത്ത് ദൈവം പറഞ്ഞു കൊടുത്ത്, താൻ ആരാണ്, താൻ എന്തിനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ പറ്റിയുള്ള. ഇപ്പം ആദാമും ഹവ്വയും പാപം ചെയ്യില്ലായിരുന്നു, ഇന്നും അവരുണ്ടായിരുന്നേനെ വല്ലോ. ജീവവൃക്ഷത്തിന്റെ ഫലം കഴിച്ച് ഇന്നും ഉണ്ടാകും. എന്നാൽ കാണുന്ന ജാതികൾ മുഴുക്കെ ഉണ്ടാകത്തില്ലായിരുന്നു. പാപം ചെയ്യുന്ന ജാതികൾ ഉണ്ടാകത്തില്ല. ദൈവം നിയമിക്കുന്നവർ മാത്രം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഹല്ലേലൂയ ആദാമി ലോകത്തിൽ തന്നെ നമുക്ക് അന്ന് ജീവിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിന്റെ വ്യവസ്ഥ കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയാൻ വന്നത്, അങ്ങനെ ദൈവം നമ്മുടെ ഫെലോഷിപ്പ് ആഗ്രഹിക്കുന്ന ദൈവം. ദൈവത്തോട് എന്ത് സംസാരിക്കും? എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്ന കൂടെ, എൻ്റെ കുഞ്ഞുങ്ങളോട്, കൂട്ടുകാരൊന്നും എനിക്ക് അധികമില്ല നമ്മുടെ മലയാളികൾ, എൻ്റെ വാർദ്ധക്യമുള്ളവരും എൻ്റെ പ്രായമുള്ളവരും. ഹല്ലേലൂയ. അതുകൊണ്ട് കൂടുതൽ എനിക്ക് ദൈവത്തോട് സംസാരിക്കാം. എനിക്ക് ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴും കുക്ക് ചെയ്യാൻ പോകുമ്പോഴും എപ്പോഴും ചിലപ്പോൾ അങ്കിൾ ചോദിക്കാം, എന്തോ അവിടെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങ് കുറ്റം പറയും, വിഷമങ്ങൾ പറയുക. എൻ്റെ ഇതെന്തോ ആണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ സോളിലോക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെത്താനെ ആത്മകഥം സംസാരിക്കുന്നവർക്ക് നല്ല ഹെൽത്തി ആറ്റിറ്റ്യൂഡ് വരുമെന്ന് പറയുന്നത്. കാരണം ഈ പ്രശ്നങ്ങൾ അകത്ത് വെച്ച് കിടന്ന് വിഷമിക്കേണ്ട കാര്യമില്ല, ആരും കേൾക്കാനുമില്ല, കേട്ടാൽ നമ്മളെ അംഗീകരിക്കത്തില്ല. പിന്നെ ആത്മകഥം പറയുക. അപ്പോൾ ഞാൻ ദൈവത്തോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഉറക്കെയാണെങ്കിൽ, എൻ്റെ അങ്കിൾ ഇവിടുന്ന്, ഞാൻ കുറേയൊക്കെ ശബ്ദമുള്ള ഒരാളാണ്, അങ്കിൾ വളരെ ക്വൈറ്റ് ആയിട്ടുള്ള ശബ്ദം. അപ്പോൾ ഞാൻ കിച്ചണിൽ ഇരുന്ന് എന്തെങ്കിലും പറയും, ചിലപ്പം ഞാൻ ശാസിക്കും. അപ്പം അങ്കിൾ ചോദിക്കും, ആരാ അവിടെ നിന്ന്? അങ്കിളിനറിയാം ആരും ഇല്ല, ഞാനിങ്ങനെ പറയുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അധികം പദം പറയേണ്ട കാര്യമോ ഭർത്താവിനോട് ചെന്നെങ്കിൽ അങ്ങനെയാണെന്നുള്ള സംസാരങ്ങളൊന്നും ഇല്ല, പിള്ളേരോടും ഇല്ല. എനിക്ക് എൻ്റെ ദൈവം, ഹല്ലേലൂയ, ആ ദൈവത്തോട് എൻ്റെ മമ്മി ചേർന്ന് ജീവിച്ചു. ദൈവത്തോട് ഒരു സമയത്ത് മരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ദൈവം ദൂത് തന്നിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മമ്മി മരുന്നൊന്നും എടുക്കത്തില്ലായിരുന്നു. മർത്തമ സഭയിൽ നിന്ന് 17 വർഷം എടുത്തില്ല. അങ്ങനെ മരിക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ എടുത്തിരിക്കുകയാണ്. സിസ്റ്റർ കണ്ണു തുറന്ന് അവള് നോക്കുന്നത്. അവള് നോക്കുമ്പോൾ ഒരു മിന്നൽ ഇങ്ങനെ പോകുന്നതായിട്ട് അവള് കണ്ട്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ദൈവത്തോട് ചേരുക എന്ന് പറഞ്ഞ് എന്തോ ഒരു. അപ്പോൾ ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് പദം പറയാതെ, കഷ്ടങ്ങൾ പറയാതെ, ഫോണിൽ കൂടെ എപ്പോഴും കുറ്റം പറഞ്ഞ്, പാസ്റ്ററുടെ കുറ്റം, സഭയുടെ കുറ്റം, വീട്ടുകാരുടെ കുറ്റം, ഭർത്താവിന്റെ കുറ്റം, മരുമക്കളുടെ കുറ്റം, അമ്മായിയമ്മയുടെ കുറ്റിയോ എന്തോ ഇതൊക്കെ എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് യോജ്യമല്ല. പ്രിയമുള്ളവരെ, ഇവരൊക്കെ ദൈവമക്കളും ദൈവം അംഗീകരിക്കത്തേയില്ല. നമ്മൾ വിശുദ്ധന്മാരുടെ സന്തതികളാ, വിശുദ്ധരാകേണ്ടവരാ. വിശുദ്ധൻ അവനെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ശുദ്ധീകരണം കൂടെ ആർക്കും കർത്തനെ കാണുവാനേ കഴിയില്ല. നമ്മുടെ പ്രാർത്ഥന വെറുതെ പോകത്തേ ഉള്ളൂ. നമ്മളെ വേറൊരു സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മൾ പ്രത്യേകം ജീവിക്കേണ്ടവരാ. നമുക്കൊരു വ്യത്യസ്തതയുണ്ട്. നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവൻ ആരാണ്? ഹല്ലേലൂയ. നമ്മളിപ്പോൾ അതൊക്കെ ചിന്തിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഈ ദൈവം ഹോളി ഗോഡ് മാത്രമല്ല, ജസ്റ്റ്, വിശുദ്ധൻ മാത്രമല്ല, ജസ്റ്റ് ആണ്. നീതി ന്യായം അടിസ്ഥാനമുള്ള ദൈവമാണ്. ഒന്നിനും ഒരു കാര്യത്തിൽ എത്ര സ്നേഹമുള്ളവരോടാണേലും, എത്ര മോശയെ സ്നേഹിതനായിട്ട് വിളിച്ചു, ദാവീദ് ഹൃദയപ്രകാരമുള്ള ആളാന്ന് വിളിച്ചു, എന്നാലും അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ അതിന്റെ തെറ്റിനുള്ള ശിക്ഷ ദൈവം കൊടുത്തിരിക്കും. ഹല്ലേലൂയ. അതിന് പ്രത്യേകമായിട്ടുള്ള എന്നാ ഇവന്റെ കൂടുതൽ എന്നെ അനുസരിക്കുന്നതല്ലേ, എനിക്ക് വേണ്ടി ഒത്തിരി വേല ചെയ്യുന്നതല്ലേ, ഒത്തിരി ദശാംശം കൊടുക്കുന്നതല്ലേ, ഇവനെ കുറച്ചൊന്ന് കൂടുതൽ, അങ്ങനെ ഒരു പരിപാടിയെ ദൈവത്തിനില്ല. അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം നീതി ന്യായമാണ്. ആമേൻ. അപ്പോൾ നമ്മുടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയല്ലോ. ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു, ദൃശ്യവും അദൃശ്യമായി സൃഷ്ടിച്ചു. എല്ലാ സൃഷ്ടികളും അവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഹല്ലേലൂയ അനുസരിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ മാത്രം ഹല്ലേലൂയ പാപത്തെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, ഹല്ലേലൂയ ബലഹീനതയിൽ ജീവിക്കുന്നു. അവിടെ നിന്നാണ് യേശു കർത്താവിനെ അയച്ച് നമ്മളെ രക്ഷയുടെ പെട്ടകത്തിലേക്ക് ആക്കി യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ മക്കളും അവകാശികളുമാക്കിയിട്ട് വിശുദ്ധ ജഡമായിട്ട് ജീവിക്കാൻ കൃപ തന്ന് നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവം വിശുദ്ധൻ മാത്രമല്ല, അവൻ നീതി ന്യായമുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ മനുഷ്യർക്കും എല്ലാം, മൃഗങ്ങൾക്കും എല്ലാം, ചെടികൾക്കും എല്ലാം പ്രമാണം കൊടുത്തിട്ടുണ്ട്.
പ്രമാണമില്ലാതെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഹി സെറ്റ്സ് റൂൾസ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം നിങ്ങൾ 15-17 വായിക്കട്ടെ. എല്ലാത്തിനും നിയമങ്ങളും കണക്കുകളും ക്രമങ്ങളും എല്ലാത്തിനുമുണ്ട്. മോശം വന്ന കാലത്തല്ല, ആദ്യ തൊട്ടുള്ള കാലം. മോശം വന്നപ്പോൾ പ്രമാണമായി, കൽപ്പനയായി, ചട്ടമായി, ക്രമം, അങ്ങനല്ല, അതിനു മുമ്പേ ഉണ്ട്, എല്ലാത്തിനുമുണ്ട്. ഹല്ലേലൂയ. എല്ലാ ക്രിയേഷനും ഉണ്ട്, മൃഗങ്ങൾക്കും ഉണ്ട്. അയ്യോ, മൃഗങ്ങൾക്കുള്ള പ്രിയമുള്ളവരെ, ആ സ്നേഹം എന്ന് പറയുന്നത് ഞാൻ ഈയിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദൈവം എൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് കുറച്ച് സ്ട്രേ കാറ്റസാണ്. ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്നതല്ല, വെളിയിലാണ്. പക്ഷേ ആ ക്യാറ്റിനൊരു പ്രത്യേകതയുണ്ട്, കുലീനതയുണ്ട്. ഈ കുലീന മനുഷ്യരെന്ന് പറയുന്നതൊക്കെ ശരിയാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരെയും ഒരുപോലെ കാണുന്നു, ദൈവം എല്ലാവരെയും ഒരുപോലെ കാണുന്നു. പക്ഷേ ഇതിൽ ചിലരുണ്ട്, ഈ കുലീനയുടെ വീട്ടിൽ വളർത്താതെ ഇടപെടുന്ന ക്യാറ്റ്സ് എന്ന് പറഞ്ഞ് ഞാനതിനെ പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുകയാണ്. ഹല്ലേലൂയ. അത് പ്രസവിക്കുന്ന ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, അതിൻ്റെ പ്രത്യേകതകളെ, അതിൻ്റെ ഇരിപ്പ്, മോൻ മുറിയിലേക്ക് അതിന് വേണമെങ്കിൽ കൊട്ടും, കുറേ നേരം കൊട്ടുമ്പോൾ ചൂടല്ലേ, അതിന് കുറച്ചു നേരം കിടക്കാനും ഇരിക്കാനും എൻ്റെ റൂം തുറന്നു കൊടുക്കും. അവിടെ വന്ന് സെറ്റിയിലൊക്കെ ഇരിക്കാൻ കിടക്കും. സമയമാകുമ്പോൾ പോവും, വെളിയിൽ നിന്നുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. അയ്യോ, ഒത്തിരി കാര്യം ഞാൻ പഠിച്ചു. അതിലൊരു കാര്യം ഞാൻ പറയാം, പെട്ടെന്ന് ഇത് ഓർത്തുകൊണ്ട് പറയാം. കഴിഞ്ഞ ഒരു ദിവസം അതിനകത്തെ മൂത്ത, നമ്മൾ ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്ന പോലെ മൂത്ത ക്യാറ്റുണ്ട്. കിറ്റൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പൊ അടുത്ത സെറ്റും കൂടെ വന്നു കഴിഞ്ഞു. ആ കിറ്റൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഓമനയാണ്. എല്ലാവരും ഒന്ന് ഓമനിക്കണം, തൊടണം, അത്രയും മറ്റൊന്നിനൊന്നും ഇല്ല. ഇതങ്ങ് ഓവറാ. എപ്പോഴും ഈ ആദ്യ മൂത്തവർക്കൊരു ഇതുണ്ടല്ലോ, പ്രത്യേകത. അതിന് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ വന്ന് എൻ്റെ മോൻ്റെ അടുക്ക കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഞാനും ഒന്ന് തലോടണം. അങ്ങനെ തലോടി അവന് സമയമാകുമ്പോൾ, രാവിലത്തെ ഫുഡ് കഴിഞ്ഞാൽ ഒരു സമയമാകുമ്പോൾ ചൂട് കൂടുമ്പോൾ ഇതുങ്ങളെല്ലാം ഇതിനകത്ത് കയറ്റും, റൂമിൽ കയറ്റും. എല്ലാവരും ഇപ്പം 6 ഉണ്ട്. അതിൻ്റെ അടുത്ത കിറ്റൻസും വന്ന് എല്ലാം വെളിയിലുള്ളതാണെന്ന് ഓർക്കണം. മുറ്റത്തും സൈഡിലും കൂടുകളൊക്കെ ഉണ്ടാക്കി, ചെടികൾ കുറേ അലോവേര വെച്ച് അതിൻ്റെ അടിയിൽ മോനെല്ലാം പരിപാലിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ കയറി വരാനായിട്ട് കുറേ അങ്ങ് ഇതും കരച്ചിലാണ്. ഇട്ട് കൊട്ടുക, മാന്തുക, പിടിയെ പിടിക്കുക, അതിൻ്റെ ഇത് തുറക്കാൻ വേണ്ടി പിടിക്കുക. ഒത്തിരി കഴിഞ്ഞാൽ പറയും, നിനക്ക് നാണമില്ലേ? ഞാൻ പറയുക, നിനക്ക് നാണമില്ലേ? സമയമാകുമ്പോൾ കേട്ടു, നിന്നെ വിളിച്ചില്ലെങ്കിൽ അവിടെ നീക്കിയ കരയാതെ. ഈ തള്ളപ്പൂച്ച അപ്പുറത്ത് കിടക്കുമായിരുന്നേ, എന്നെ നോക്കുന്നുണ്ട്, ഇതിനെ നോക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഇവിടോട്ട് വന്നു, വലത്ത് കൈയുണ്ടൊരടി, ഇടത്ത് കൈയുണ്ടൊരടി ഈ പൂച്ചക്കുട്ടിയെ. എന്നിട്ട് അവനങ്ങ് പോയി. ഞാൻ അവനെ കളിയാക്കി, അവൻ കിടന്ന് വിളിച്ചിട്ട് കഥവ് തുറക്കുന്നില്ല. അപ്പോൾ തള്ളപ്പൂച്ച എന്ത് ചെയ്തു? അവന് ശ്രദ്ധിച്ചു. നല്ല ഞാൻ പറയില്ല, കുലീനതയുള്ള ഒരു അമ്മയാണ്. അവിടുന്ന് വന്ന് ഒരു വലത്തേക്ക് കൊണ്ട് ഇടത്തേക്ക് കൊണ്ട് അടിച്ചിട്ടങ്ങ് പോയി. എന്നെ അത് ഒത്തിരി പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, ശിക്ഷണ നടപടികൾ എന്ത് ചെയ്യണമെന്നൊരു പൂച്ചയ്ക്കറിയാം, മൃഗങ്ങൾക്കറിയാം. അതിന് പ്രമാണം ദൈവം കൊടുത്തിട്ടുണ്ട്, അതിന് ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത്ര ആനിമൽസിനും പ്ലാന്റ്സിനും വളർച്ചയും എല്ലാം മനുഷ്യനെ ദൈവത്തെ പോലെയുള്ള അനുഭവങ്ങൾ തന്നിട്ട് വെറും ജാതിക്ക് പോലും ഇല്ലാത്ത ബലഹീന സ്വഭാവങ്ങളും സംസാരങ്ങളും ഇടപാടുകളും ചിന്തകളുമായി നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഓർക്കും, കർത്താവിന്റെ വരവാകുമ്പോൾ എത്ര പേര് പോകും. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങളോട് പറയും, പിമ്പന്മാരും മുമ്പന്മാരുമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കും. അതുകൊണ്ട് പിടിച്ചു നിന്നോണം, കൃപയെ തന്നെ നിന്നോണം. എന്ത് വന്നാലും സഹനം വേണം, താഴ്മ വേണം, വിനയം വേണം. ഈഗോയിസ്റ്റിക്കേ ആകരുത്. ദൈവം ഒരു സമയം മതി. മമ്മിക്ക് 2 തവണ ക്യാൻസർ വന്നു, 2 പിടിവെച്ച് ഇത്ര ആരോഗ്യവും സൗഖ്യം തന്ന മറ്റുള്ളവരോട് പറയാനോ ഒരു നിമിഷം മതി. ഒറ്റ നിമിഷം, നമ്മളെ ഒറ്റ ശ്വാസത്തിന്റെ ഇതേ ഉള്ളൂ. ഞാൻ അമേരിക്കയിൽ പോയപ്പം ചില വീടുകളിൽ കൊണ്ടുപോയി വലിയ വലിയ സമ്പന്നരുടെ അനുഭവത്തിൽ കുതിരയുള്ള വീടുകളും ഒക്കെ കാണിച്ചു. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വ്യസനം തോന്നി, വളരെ വിഷമം തോന്നി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമുക്ക് ജീവനും ഭക്തിയും ജീവനും ശ്വാസവും ഒക്കെ തരുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതെല്ലാം കൂടെ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. വലിയ വലിയ കൊട്ടാരവും വീടും ഉണ്ടാക്കണം, അതുണ്ടാക്കണം. ഒരു പഴയ വീട് വാങ്ങിച്ച് നന്നാക്കി എടുത്ത് മേളിൽ ഞങ്ങൾക്ക് വേണ്ടിയ റൂംസ് ഉണ്ടാക്കിയൊന്നുമല്ലാതെ എനിക്ക് അതുകൊണ്ട് ഈ അഭിമാനത്തോടെ പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റുന്നു, ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിട്ട്. ചെറിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് പഴയ കാലഘട്ടങ്ങളെല്ലാം അറിയാം. ഹല്ലേലൂയ. അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ, ഇതിനോട് ജഡത്തിന്റെ ആ ലോത്തിന്റെ, ഹല്ലേലൂയ, ആ ഭാര്യയുടെ ഒക്കെ ആ വലിയ താല്പര്യങ്ങൾ വന്നാൽ എവിടെ വെച്ചാൽ നമ്മൾ കൈവിടപ്പെട്ട് പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലോകം ജഡ പിശാചിനെ നമ്മൾ ജയിച്ചിരിക്കണം. അതിന് ജയിക്കണമെങ്കിൽ വചനം കൊണ്ടേ പറ്റത്തുള്ളൂ, പരിശുദ്ധാത്മാവിന്റെ സഹായം കൊണ്ടേ പറ്റും. ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങളെ ജയിച്ച് കയറിയാൽ പിന്നെ വലിയ വലിയ കാര്യങ്ങൾ, ഇപ്പൊ 1ാം ക്ലാസ് കഴിഞ്ഞ് 10 കഴിഞ്ഞ്, അല്ലെങ്കിൽ +2 കഴിഞ്ഞു, പിന്നെ നമുക്ക് ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിഞ്ഞു, പിന്നെ നമുക്ക് പിന്നെ ഡോക്ടറേറ്റ് എടുക്കേണ്ട, PhD, ഇങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കിലെല്ലാം ജയിച്ച് വന്നാലേ പറ്റൂ. എന്ന് പറയുന്ന പോലെ നമ്മൾ ജയിച്ച് കയറിക്കൊണ്ടിരിക്കണം. അങ്ങനെ വന്ന് ജയിച്ച് കയറുന്നവന്റെ ജീവിതത്തിൽ വിശുദ്ധിയുടെ വലിയൊരു കാണും. ദൈവരാജ്യത്തെ ശിശുക്കളെ പോലെ അന്വേഷിക്കുവാനായിട്ട് സന്തോഷം ഉണ്ടാകും. നമുക്ക് ശിശുവിന്റെ ഒരു ഹൃദയം നമുക്കുണ്ടാകും. പറന്നു പോകാൻ തക്കോണം നമ്മളെ ഒരുക്കുവാൻ എളുപ്പമാവും. പ്രിയമുള്ളവരെ, അത് ഇവിടെ തന്നെ കിടക്കണമെന്നുള്ളവർക്ക് പ്രശ്നമില്ല. ഹല്ലേലൂയ. അവരെങ്ങനെയാണ് അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. എന്നാൽ നമുക്കൊരു പ്രമാണമുണ്ട്, അതിനകത്ത് ജീവിക്കുവാൻ തക്കോണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, നമ്മളും ദൈവത്തെ പോലെ വിശുദ്ധരും നീതി ന്യായവും പാലിക്കുന്നവരും, കൃപ അനുഭവിക്കുന്നവരും കൃപ പ്രാപിക്കുന്നവരും കൃപ ഏറ്റെടുക്കുന്ന
എടുക്കുന്നവരുമായിരിക്കും. ദൈവത്തിന് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പറ്റി ആഗ്രഹമുണ്ട്. ഇനി അടുത്ത എപ്പിസോഡുകൾ വരുമ്പോൾ ഓരോരോ വിഷയങ്ങളായിട്ട് പറയാം. ഹല്ലേലൂയ. എനിക്ക് കുറച്ചുകൂടെ പറയണമെന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ഇപ്പം ദേവദാസി എന്നോട് പറഞ്ഞതുമൊക്കെ പറഞ്ഞു. വേദപുസ്തകത്തെയാണ് ആദ്യം നമ്മൾ ഇതിന്റെ കവർ ടു കവർ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ. ഇതിനകത്ത് ഇല്ലാത്ത ഒരു കാര്യവും നമുക്ക് നടക്കും. ഇതൊരു കണ്ണാടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, കണ്ണാടി നോക്കുന്ന ഒരുങ്ങുന്ന പോലെ നമുക്ക് ഒരുങ്ങാൻ പറ്റും. ഹല്ലേലൂയ. ഇതിനകത്ത് സംശയം വേണ്ട. യെസ് എന്ന് പറഞ്ഞാൽ യെസ്, നോ പറഞ്ഞാൽ നോ. ഇതിനകത്ത് ഒട്ടും വ്യത്യസ്തത വരത്തില്ല. മനുഷ്യരാണെങ്കിൽ വാക്കുകൾ തെറ്റിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇതിന് തെറ്റൊന്നും വരത്തില്ല. ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അതുകൊണ്ട് വേദപുസ്തകത്തോടുള്ള പ്രിയവും സ്നേഹവും നമ്മളെല്ലാത്തിനേക്കാളും. അതുകൊണ്ടാണ് എൻ്റെ അണ്ണാക്കിന് ഇത് മധുരമാ, തിരുവചനം എൻ്റെ അണ്ണാക്കിന് മധുരം, തേനും തെൻകിട്ടിയിലും മധുരമുള്ളതെന്ന് ഒരിക്കൽ ഞാൻ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ബെറ്ററിനായി എനിക്ക് അങ്ങനെ ഇതിലൂടെ നട്ടലിന് സൗഖ്യമില്ലാതെ കിടന്നു കുറെ നാൾ. എന്നെ ഇവിടുന്ന് ശ്രീചിത്രയിലും പിന്നെ വെല്ലൂരും പിന്നെ കോട്ടയ്ക്കലും കൊണ്ടുപോയി. 7 വർഷം ദൈവം എന്നെ പരിശോധിച്ചു. പരീക്ഷയല്ല, പരീക്ഷ സാത്താനിന് വരുന്ന പരിശോധന വന്നു. ആ പരിശോധനയെ ഞാൻ ജയിക്കുവാൻ കൃപ തന്ന കൃപ എനിക്ക് ഏറ്റെടുക്കുവാൻ ദൈവം എനിക്ക് അനേകരെ പ്രാർത്ഥനയ്ക്ക് അയച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടെല്ലാം ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആത്മീയ കാര്യങ്ങൾ, വിശുദ്ധിയുടെ മർമ്മം ദൈവം വെളിപ്പെടുത്തി തന്നു. ഇതെല്ലാം കഷ്ടത, സഹിഷ്ണുതയും സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ ഉളവാക്കുന്ന കഷ്ടങ്ങളും. എന്തിനാണെന്നറിയോ കഷ്ടങ്ങളും പ്രശ്നം? ഹോളി ഡിവൈൻ ക്യാരക്ടർ ഉള്ളതാണ്. ഡിവൈൻ ക്യാരക്ടർ. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ ഡിവൈൻ പ്രോമിസസ്, ഡിവൈൻ നേച്ചർ എല്ലാം പഠിക്കുന്നുണ്ട് അല്ലേ? ഡിവൈൻ ക്യാരക്ടർ ഉണ്ടാകണമെങ്കിൽ കഷ്ടതയും സഹിഷ്ണുതയും എല്ലാത്തിനും പൂർണ്ണമായില്ലെന്ന് ഞാനത് പറഞ്ഞത് കൊണ്ട് അതാ ഞാൻ പറഞ്ഞത്. ഇനിയും വിശുദ്ധിയെ തേക്കാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഒരുവനെ ശ്രേഷ്ഠം എണ്ണുകയും ചെയ്യാം. ദൈവവചനത്തെ ഏറ്റവും പ്രാധാന്യം കൊടുക്കാം. അതേ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വാലിന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഇവിടെ ഞാൻ ഇന്നത്തെ ശുശ്രൂഷകളെ ഞങ്ങൾ പര്യവസാനിപ്പിക്കുന്നു. ദൈവദാസിക്കും നന്ദി നേരുന്നു. ദൈവത്തിന്റെ മഹത്വം. ആമേൻ. താങ്ക് യു ആൻറ്റി. അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ ആൻറ്റി പറഞ്ഞത്. ജീവിതാനുഭവങ്ങൾ പിന്നെ ഒരു പ്രാവശ്യം പങ്കുവെച്ചു. കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞപ്പോൾ പറയാത്ത ഒത്തിരി കാര്യങ്ങൾ ഇന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന പുതുമയോട് കേൾക്കാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആൻറ്റി പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ എൻ്റെ ചിന്തയ്ക്ക് വിഷയഭവിച്ചത്, എന്നെ സ്പർശിച്ചത്. ഒന്ന്, ജീവിതത്തിൽ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല് നടക്കണം. പെർമിസീവ് വില്ലും ഓക്കെയാണ്, പക്ഷേ പെർഫെക്റ്റ് വില്ല് നടക്കണം. നമുക്ക് ഈ പലപ്പോഴും ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവം പറഞ്ഞാലേ, എൻ്റെ ഒരു പ്രാർത്ഥന, ചെറിയ പ്രായം മുതലുള്ള പ്രാർത്ഥന, കർത്താവേ ഏതാ നല്ലതെന്ന് അറിയാനുള്ള ബുദ്ധി എനിക്കില്ല. അതുകൊണ്ട് അബദ്ധം പറ്റിയാലും തിരിച്ചെന്നെ നിന്റെ വഴി കൊണ്ടുവരണേ. കാരണം നമുക്കിപ്പം ഒരു പാട്ടില്ലേ, ഏത് ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനം എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ. പലപ്പോഴും ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിൽ നടക്കണമെന്ന് തോന്നിയാലും അബദ്ധം പറ്റിയാലും കർത്താവെ എങ്ങനെങ്കിലും എന്നെ നിന്റെ പെർഫെക്റ്റ് വില്ലിൽ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ പലപ്പോഴും ഇന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ തെറ്റായ ഡിസിഷനെ പോലും ദൈവം തിരിച്ച് വഴി മാറ്റി വിട്ട് കർത്താവിൻ്റെ റൈറ്റ് പാത്തിലേക്ക് കൊണ്ടുവന്ന ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിൽ ജീവിക്കണം. അത് ആൻറ്റി പറഞ്ഞത്, കല്യാണമാണെങ്കിൽ കല്യാണം, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല് നടത്തണം. ചില ചെറുപ്പക്കാരൊക്കെ എന്നോട് ഇങ്ങനെ കൗൺസിലിംഗ് വരുമ്പോൾ ഒക്കെ പറയും, പാസ്റ്ററെ എനിക്ക് ആ വ്യക്തിയെ കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് അവളെ കൂടാതെ അല്ലെങ്കിൽ അവനെ കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ല. കല്യാണം കഴിഞ്ഞവരുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത്. കല്യാണം കഴിഞ്ഞവർ ഒരു കവനന്റ് ബന്ധമാണ്. അതിനിനിയും രണ്ടാമത് ചിന്തിക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല. പക്ഷെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ചില ബന്ധങ്ങളിൽ പരിചയങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിയുമ്പോൾ വന്നിട്ട് പറയും, പാസ്റ്റർ എനിക്ക് ആ വ്യക്തിയെ കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ അവരോടൊക്കെ അഡ്വൈസ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം ആ വ്യക്തിയല്ല നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെ വാശി പിടിച്ച് ആ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ച് ജീവിതം നശിപ്പിക്കുക. ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ പിന്നെ ആദമും ഹവയും ഏദനിൽ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുകയായിരുന്നു, അവർ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ, ആൻറ്റി ചോദിച്ചൊരു ചോദ്യം, അവർ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയുടെ ഒരു ചിത്രം എന്തായിരുന്നായിരിക്കും? എന്താണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷാകരമായ പദ്ധതി ഭൂമിയിൽ വെളിപ്പെടാൻ ആദാമിന്റെ പാപവും കാരണമായി തീർന്നു. നമ്മൾ ആ വിധത്തിൽ മഹാഭാഗ്യമുള്ളവരാ. കാരണം നമുക്കിത്ര നല്ലൊരു രക്ഷകനെ കിട്ടിയില്ലേ. ആദാമിന്റെ ആ ഒരു ഗ്ലോറിക്കകത്ത് കഴിയാൻ നമ്മൾ വിധിക്കപ്പെട്ടവരായിരുന്നു ആദാം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ. പക്ഷേ ആദാം പാപം ചെയ്ത് വീണു. പക്ഷെ ദൈവം ഒരുക്കിയ
ആ ഒരു രക്ഷണീയ പദ്ധതിയുടെ ഭാഗമായിട്ട് ആദാമിൻ്റെ ഗ്ലോറിയിലല്ല, സ്വർഗീയന്റെ ഗ്ലോറി നമ്മുടേതാകുവാൻ തൊക്കണം. ആദാം മണ്ണിൽ നിന്നുള്ളവൻ, അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ മണ്ണിൽ നിന്നുള്ളവന്റെ മണ്ണിലെ ഗ്ലോറിയിൽ ജീവിച്ചേനെ. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വിണ്ണിലെ ഗ്ലോറിയിൽ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകിയത് ആദാമിന്റെ മിസ്റ്റേക്കാ. അപ്പോൾ ഒന്നും അബദ്ധം പറ്റത്തില്ല, ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ അബദ്ധങ്ങളെപ്പോലും ദൈവത്തിന്റെ മഹത്വത്തിനായി മാറ്റുന്ന ദൈവപ്രവൃത്തി. ദൈവത്തിന് സ്തോത്രം. അതെനിക്ക് പെട്ടെന്ന് എൻ്റെ ചിന്ത അങ്ങനെ വന്നത് കേട്ടോ. അതുകൊണ്ട് ഇനിയും നമുക്ക് വരാനുള്ള പാരഡൈസ് ആദമിന്റെ പാരഡൈസിനെക്കാട്ടിലൊക്കെ അപ്പുറമായിട്ട് കുഞ്ഞാടിന്റെ മണവാട്ടിക്കുള്ള പാരഡൈസാണ് നമുക്ക് വരാനുള്ളത്. എത്ര സ്നേഹവാനാകുന്ന ദൈവമാണ്. ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല് അറിയണം, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കണം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. അങ്കിളിന് എന്തോ പറയാനുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ. അല്ല, അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർക്കുകയാണ്, ദൈവത്തിന് നമ്മളെ പറ്റി ഒരു പ്ലാനും പദ്ധതി ഉണ്ടെങ്കിൽ നമ്മള് അഥവാ ഡീവിയേറ്റ് ചെയ്ത് പോയാലും ദൈവം നമ്മളെ വിടത്തില്ല. അത് ദൈവത്തിന്റെ സ്നേഹവും കരുതലും. എങ്കിലിപ്പം പൊക്കോട്ടെ, തീർന്നല്ലോ എന്നുള്ളതല്ല. ആ ദൈവം സ്നേഹമുള്ള ദൈവം. ആ ദൈവം ആ പ്ലാനും പർപ്പസും നമ്മൾ നിവർത്തിപ്പാൻ തക്കവണ്ണം അതിന് നമ്മളെ ചൂണ്ടയിട്ട് തിരികെ പിടിച്ചു കൊണ്ടുവരും. അതെന്റെ അനുഭവം. എന്റെ പിതാവ്, ഞങ്ങൾ 4 ആൺപിള്ളേരാണ്. എന്നും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഒരു വാക്കുണ്ട്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പം ഞങ്ങളിങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ നടന്നതാണ്. ഞാൻ ജനിച്ചത് കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എവിടാന്ന്, എനിക്കറിയത്തുമില്ല, ഞാൻ പോയിട്ടുമില്ല. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ ഞാൻ മലബാറിലാണ്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. ഞാൻ 5 സ്കൂള് മാറി. അങ്ങനെ ഓരോരോ സ്കൂളിൽ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലൊക്കെയാണ് ഫാദറിന് എവറി 2 ഇയർ 3 ഇയർ കഴിയുമ്പോഴത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സഞ്ചാര സുവിശേഷകൻ എന്ന ഇതിലാണ് 5 പേരുണ്ടായിരുന്നു. മാർത്തോമാസഭയിൽ, ആദ്യത്തെ മാർത്തോമാസഭയിൽ 5 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു പിതാവ്. അപ്പോ ഞാൻ അതിനകത്ത് ഞങ്ങൾ 4 കുഞ്ഞുങ്ങൾ, 4 പേരും ദൈവകൃപയാൽ 4 പേരും ആത്മീയമായിട്ടുള്ള എല്ലാ ഇതിലും വരാൻ ദൈവം സഹായിച്ചു. അപ്പച്ചൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. എന്നാൽ ഞാൻ ആന്റി പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പോൾ ആദ്യമേ എനിക്ക് ചില ഈ എന്താ പറയേണ്ടത്, ഈ പറഞ്ഞ പോലെ നേരെ ചൊവ്വേ നടക്കണമെന്നുള്ളത് ആദ്യം തൊട്ടേ ഉള്ള ഒരു പ്രിൻസിപ്പിളാണ് എനിക്ക്. അപ്പൊ അങ്ങനെ നടക്കാത്ത ദൈവദാസന്മാരെ കാണുമ്പോൾ എനിക്ക് പ്രയാസം ഉണ്ടാവും. അപ്പൊ ഞാൻ പറയും, ഇതെന്താ ഇത്, ഇങ്ങനെയല്ലല്ലോ വചനം പറയുന്നത്, ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, അവര് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ലല്ലോ, എങ്കിൽ ഞാനും ഇനിയിപ്പോ അങ്ങോട്ടൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് ഉഴപ്പി നോക്കി ഞാൻ. പക്ഷെ ദൈവം വിട്ടില്ല. കാരണം ദൈവത്തിന് ഞങ്ങളെ പറ്റി ഒരു പ്ലാനും പർപ്പസും ഉണ്ടായിരുന്നു. അതാണ് ആന്റി പറഞ്ഞത്. ആ പ്ലാനും പർപ്പസിലും നമ്മളെ തിരിച്ചു കൊണ്ടുവരും. അതിനുവേണ്ടി നാം നമ്മുടെ സമർപ്പണം, നമ്മളുടെ ജീവിതം പൂർണ്ണമായിട്ട് ദിവസം ലഭിച്ചു കൊടുക്കുമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ പറ്റി കൊണ്ട് ചെയ്യിക്കാവുന്നതൊക്കെയും ചെയ്യിക്കും. ഇവിടെ ഈ ദേശത്ത് ഞങ്ങളെ നിർത്തി എന്തെല്ലാം കാര്യങ്ങൾ ദൈവം ചെയ്തു, ഞങ്ങൾ ചെയ്തില്ല. ദൈവം ഓരോരോ കാര്യങ്ങൾ ചെയ്യിച്ചു. അതിനുള്ള ഒരു സമയം, ഇപ്പോൾ റെസ്റ്റിനുള്ള സമയമാണ്, വീട്ടിലിരുന്ന് ചെയ്യുക. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിന് സകലമഹത്വം അർപ്പിക്കുകയാണ്. അതെ, താങ്ക് യു മക്കളെ. എന്തെങ്കിലും ആഡ് ചെയ്യാൻ വന്നോ? അതെ, ദൈവത്തിന്റെ സ്തോത്രം. അടുത്ത സെഷനിൽ പിന്നെയും നമ്മൾ പ്രിയങ്ങളിൽ നിന്ന്, ആൻറ്റിയിൽ നിന്ന് കുറേ കൂടെ പഠിക്കും. കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ജീവിതാനുഭവത്തോട് ബന്ധപ്പെടുത്തി ആൻറ്റി അടുത്ത സെഷൻസിൽ പിന്നെയും പറയും. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സെഷൻ നമുക്ക് പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യാം. പ്രിയ ചെറിയങ്ങൾ തന്നെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. സ്തോത്രം. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ, സ്തുതിപിതാവേ. നന്ദിയോടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇത്രയും സമയം ചിലവഴിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് ഞങ്ങളെ പറ്റിയുള്ള പ്ലാനും പദ്ധതിയും അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഞങ്ങൾ ഏതു വിധത്തിൽ കർത്താവെ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നുള്ളതൊക്കെയും ഞങ്ങൾക്ക് ആത്മാവിൽ ഗ്രഹിപ്പാനൊക്കെയും ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ
ആ ജീവിതത്തിൽ കർത്താവെ അങ്ങ് നായകനും നടത്തിപ്പുകാരനുമായി ഞങ്ങളോട് കൂടെ ഇരുന്ന് നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്. ഇതൊക്കെ വന്നാലും അതിനെല്ലാം അപ്പുറമായി ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ട്. ആ ദൈവം, വിളിച്ച ദൈവം വിശ്വസ്തനായി ഞങ്ങളെ അക്കരെ എത്തിക്കും എന്നുള്ള പൂർണ്ണ നിശ്ചയദാഷ്ട്യത്തോടുകൂടെ കർത്താവെ ഞങ്ങളേവരും ഈ ദിവസം ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദാസനെയും ദാസിയെയും അല്ലെങ്കിൽ ഈ ചാനലും കർത്താവ് ഏറ്റവും അനുഗ്രഹകരമായ അനേകർക്ക് പ്രയോജനമായി ഈ പ്രത്യേകിച്ച് അന്ത്യസമയങ്ങളിൽ കർത്താവെ അങ്ങയുടെ വരവെടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓരോരുത്തരും അവരവരെ തന്നെ ഒരുക്കി ഹല്ലേലൂയ മറ്റുള്ളവരെ ഒരുക്കിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ തക്കവണ്ണം ദൈവം അതിനുവേണ്ട മുഖാന്തരമാക്കി തീർക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം, കരങ്ങളിൽ സ്തോത്രം സമർപ്പിക്കുന്നു. ദൈവനാമം ഞങ്ങൾക്കൂടെ ഉയർത്തണം, മഹത്വപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ സുഖിതാവേ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു അങ്കിളെ, താങ്ക് യു ആൻറ്റി. ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിൽ പ്രേക്ഷകരോട് നന്ദി പറയുക. നമ്മൾ അടുത്ത ഒരു എപ്പിസോഡിൽ പിന്നെയും കാണും വരെയും എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് പകരട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.